ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവകൃപയാൽ ഞാനും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഇവിടുത്തെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ യുദ്ധം ചെയ്തു. 200 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അൽ ജസീറ പറയുന്നത്. അൽ ജസീറയുടെ കണക്കനുസരിച്ച് 200 പേര് കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അൽ ജസീറ പറയുന്നത് തന്നെ. അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഞാൻ പറഞ്ഞല്ലോ, ഇലുമിനാറ്റികളുടെ അജണ്ട ഇസ്രായേൽ നടപ്പാക്കപ്പെടാൻ തക്കവണ്ണമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ പറയുമ്പോൾ വളരെയധികം എന്താ പറയുക, നമുക്ക് ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതായിട്ടാണ് ഫീൽ ആകുന്നത് തന്നെ. കാരണം ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, ഇവർ അജണ്ടയിൽ നടപ്പാക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇലുമിനാറ്റി കാർഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ മുമ്പ് ചെയ്തിരുന്ന വീഡിയോ ആണ്. അത് വീണ്ടും ഒന്നുകൂടി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. കാരണം വീണ്ടും ഒന്നേന്നത് എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ തന്നെ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണാനുള്ളവരാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത് തന്നെ. അതിനകത്ത് ഒരു കാര്യം ഞാൻ പുതുതായി ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, 1995 ഇലുമിനാറ്റികൾ കാർഡ് ഇറക്കിയ സമയത്ത് ജപ്പാനെ കുറിച്ച് 3 കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ജപ്പാനെ കുറിച്ച് 3 കാര്യങ്ങൾ ഇലുമിനാറ്റി രേഖപ്പെടുത്തിയതിനകത്തുള്ളതെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ ഫാക്ടറി അത് പൊട്ടുന്നതായിട്ടും, അതുപോലെ തന്നെ സുനാമി വരുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഭൂകമ്പം വരുന്നതിനെക്കുറിച്ചും, ഇങ്ങനെ 3 ന്യൂക്ലിയർ ഡിസാസ്റ്ററും, അതുപോലെ തന്നെ സുനാമി വരുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഭൂകമ്പം വരുന്നതിനെക്കുറിച്ചും 1995 ഇലുമിനാറ്റികൾ കാർഡ് ഇറക്കിയപ്പോൾ അതവർ പറഞ്ഞ കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. 1995 ഇലുമിനാറ്റികൾ കാർഡ് ഇറക്കുന്നതിന് സമയത്ത് ചെയ്ത കാര്യമാണ്. 2011 ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായി. 2005 അവർക്ക് ഒരു ഭൂകമ്പം ഉണ്ടായി. ഇപ്പോഴും വീണ്ടും ഒരു ഭൂകമ്പം സംഭവിച്ചു. 2004 സുനാമി ഉണ്ടായി. അപ്പൊ എന്നാണിത് പറഞ്ഞത്? ഇത് പറഞ്ഞത് 1995 ഇലുമിനാറ്റികൾ ഇത് പ്രെഡിക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ജപ്പാനിൽ ഈ 3 കാര്യങ്ങൾ അവർ പ്രെഡിക്റ്റ് ചെയ്ത കാര്യം തന്നെയാണ് സംഭവിച്ചത്. സത്യത്തിൽ ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനഃപൂർവ്വം ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുവാണോ? അല്ല. ഇവർ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഇത് വലിയൊരു വിഷയം തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇസ്രായേല് ഈ സമയത്തൊക്കെ, ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചുകളിലൊക്കെ നന്നായിട്ട് തണുപ്പുള്ള സമയമാണ്, മഞ്ഞുവീഴ്ചയുമുള്ള സമയമാണ്. ഈ ഹെർമോണിലൊക്കെ മഞ്ഞുകൾ നന്നായിട്ട് വീഴുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഞാൻ ഇറങ്ങി നടക്കുന്ന സമയത്ത് ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തപ്പെട്ടു. ഇവർ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ചെങ്കടലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 രാജ്യങ്ങൾ കൂടി ചേർന്ന് ചെങ്കടലിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. കപ്പൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഈ ചെങ്കടലിൽ യുദ്ധം നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷാമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം ചരക്ക് കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധത്തിൽ ആകും ഇത് കാരണം. അങ്ങനെ ചരക്ക് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും? ക്ഷാമം മനുഷ്യർക്കുണ്ടാകും. എല്ലാ തരത്തിലും ക്ഷാമം ഉണ്ടാകും മനുഷ്യന്. അപ്പോൾ എല്ലാ തരത്തിലും ക്ഷാമം വരുന്ന സമയത്ത് വിലകൾ കുത്തനെ അങ്ങ് കയറും. ഉള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നവർക്കെല്ലാം തന്നെ നല്ല വില കൊടുത്ത് എന്ത് ചെയ്യേണ്ടി വരും? സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ വില ഉയരുമ്പോൾ തന്നെ എക്കണോമി തകരും. എക്കണോമി തകർന്നാൽ മാത്രമേ ഇവർക്ക് ലോകം മുഴുവനും കൊണ്ടുവന്ന് ഡിജിറ്റൽ കറൻസി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ചെങ്കടലിൽ യുദ്ധം നടക്കുന്നു, മറുഭാഗത്ത് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇതിനകത്ത് ബെറ്റ്സാലിൽ സ്മോട്രിച്ചും ഇത്തമാർ ബെൻഗ്വീറും കൂടി വളരെ ശക്തമായി തന്നെ ഗാസയിൽ നിന്നുമുള്ളവരെ കുടിയേറ്റത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവർക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈജിപ്ത് വാതിൽ തുറന്നു കൊടുത്ത് രാജ്യങ്ങളിലേക്ക് പോകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ആര് പറയുന്നത്? ബെറ്റ്സാലിൽ സ്മോട്രിച്ചും ഇത്തമാർ ബെൻഗ്വീറും പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് അമേരിക്ക ഒറ്റപ്പിടിക്ക് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അമേരിക്കയും ലോകരാജ്യം
ലോകരാജ്യങ്ങളൊക്കെ ഇത് ഒറ്റപ്പിടിക്ക് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റ്സാലെ സ്മോട്രിച്ചും ഇത്തമാർ ബെൻഗൂറും പറയുന്നത് ഇത് യുദ്ധമുഖമാണ്. ഈ യുദ്ധമുഖത്ത് ഈ ജനത്തെ ഇങ്ങനെ തന്നെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? പട്ടിണി കൊണ്ടും അല്ലാതെയും ഒക്കെ ഈ ജനം മരിക്കപ്പെടും. അവരുടെ ക്ഷേമത്തിനും കൂടിയിട്ടാണ് അവരെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പറയുക ഇമിഗ്രേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുമ്പോഴും ഇത് ചെയ്യാനായിട്ട് ആര് സമ്മതിക്കുന്നില്ല? ലോകരാജ്യങ്ങൾ ഇത് സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ ക്ഷേമത്തിനും കൂടിയിട്ടാണ്. കാരണം യുദ്ധമുഖമാണ്. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ 200 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അൽ ജസീറ പറയുന്നത്. അവരുടെ കണക്കനുസരിച്ച് ഇന്ന് തന്നെ 200 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് ഇത്തമാർ ബെൻഗുവിറിനെയും ബെറ്റ്സാലെ സ്മോട്രിച്ചിനെയും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നുള്ള ഗൂഢാലോചനകൾ ഇപ്പോൾ ഇലുമിനാറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും പ്രത്യേകമായിട്ടും ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പുറത്താക്കാനുള്ള വഴി നോക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തമാർ ബെൻഗുവിറിനെയും ബെറ്റ്സാലെ സ്മോട്രിച്ചിനെയും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭ തന്നെ പൊളിഞ്ഞു പോകും. പിന്നെയും ഒന്നേന്ന് ഇലക്ഷൻ വരേണ്ടി വരും. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് പെട്ടെന്നൊരു തീരുമാനം ഇലുമിനാറ്റികൾ പറയുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ലോകരാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഇസ്രായേലിന്റെ മേൽ ഇങ്ങനെ സമ്മർദ്ദം എന്ത് ചെയ്യുകയാണ്, കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നോർത്ത് ആഫ്രിക്ക ഇസ്രായേലിന്റെ മേൽ കേസെടുത്തിരിക്കുകയാണ്. അതായത് ലോകത്തിന്റെ എന്താ പറയുന്ന ലോകരാജ്യങ്ങളിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ആര് കേസെടുത്തിരിക്കുക? നോർത്ത് ആഫ്രിക്ക കേസെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 15 ജഡ്ജിമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നിയമ നിർമ്മാണ സഭയെ രൂപപ്പെടുത്തിയിട്ട് അതിനകത്ത് വാദങ്ങൾ കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇന്ത്യയിൽ നിന്നും ഒരു ജഡ്ജുണ്ട്. ഇന്ത്യയിൽ നിന്നും 15 രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് റഷ്യ, ചൈന, ഫ്രാൻസ്, സ്ലോവാക്കിയ, പിന്നെ സൊമാലിയ, പിന്നെ അമേരിക്ക, ബ്രസീല്, ജർമ്മനി, ലെബനൻ, പിന്നെ അങ്ങനെ 15 രാജ്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ 15 രാജ്യങ്ങൾ കൂടിച്ചേർന്നതിനകത്ത് ഇന്ത്യ അടക്കം അങ്ങനെ 15 ഇവര് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു പാനലിൽ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഗാസയ്ക്കകത്ത് ഇപ്പോൾ ഇത് നടത്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും ആർമിക്ക് ശക്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കി കളയും. അപ്പോൾ മൊത്തത്തിൽ സ്റ്റക്ക് ചെയ്യുക, ഇസ്രായേലിനെ സ്റ്റക്കാക്കുക, അതോടൊപ്പം തന്നെ ടെററിസത്തിന് കൈത്താങ്ങൽ കൊടുക്കുക. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇവിടെ ഈ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇത്രമാത്രം ആക്രമണം അഴിച്ചു വിട്ടിട്ട് പോയിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കാതെ ഇപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് പ്രതിരോധത്തിനായി നടത്തുന്ന യുദ്ധത്തെ നിങ്ങൾ ഇത്രമാത്രം അത് മനുഷ്യാവകാശ ലംഘനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ടതിന്റെ കാരണം എന്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ചോദിക്കുമ്പോൾ അതൊന്നും ഇവർ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇലുമിനാറ്റുകൾ ഈ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. ഇലുമിനാറ്റുകൾ പ്രത്യേക സ്നേഹം കാണിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. അത് ഇസ്ലാമിക സമൂഹമാണ്. ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവർക്കാണ് ഇലുമിനാറ്റുകൾ എന്ത് ചെയ്യുന്നത്, കൊട പിടിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവന്മാർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ ഇസ്രായേലിനെ തകർക്കാൻ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇസ്രായേലിനൊരു സമയം വരെ ദൈവം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു മശിഹയുടെ വരവോടുകൂടി സകലതും ക്രമീകരിക്കപ്പെടും എന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഇന്ന് ഇസ്രായേലിന് ആകെ ഒരു ബലമായിട്ട് നിൽക്കുന്നത് ഇത്തമാർ ബെൻഗുവിറും ബെറ്റ്സാലെ സ്മോട്രിച്ചുമാണ് ഇന്ന് ആകെ ഒരു ബലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലവാരവും രീതിയും അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെങ്കടലിൽ ഇപ്പോൾ 10 രാജ്യങ്ങൾ ചേർന്നാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 10 രാജ്യങ്ങൾ ചേർന്ന് ചെങ്കടലിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചരക്ക് കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധത്തിലാകുകയാണ്. ഈ ചരക്ക് കപ്പലുകൾ പോയില്ല എന്നുണ്ടെങ്കിൽ ക്ഷാമം വളരെയധികം ഉണ്ടാകും. ഈ ക്ഷാമം ഉണ്ടാക്കിയാൽ മാത്രമേ ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഇത് കൊണ്ടുവന്ന് ഈ അജണ്ടകൾ കൊണ്ട് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. ഡിജിറ്റൽ കറൻസിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ക്ഷാമം രൂപപ്പെടണം. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ കുറേശ്ശെ ജനം അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ അജണ്ടയിലേക്ക് നടന്നു നീങ്ങുന്നവർ കുറേശ്ശെ ഈ അജണ്ടയിലേക്ക് നടന്നു നീങ്ങുന്നു. ലോകരാജ്യത്തിലുള്ള നേതാക്കന്മാർക്കെല്ലാം തന്നെ ഈ കാര്യം അറിയാം. പക്ഷെ അവർക്ക് വ്യക്തമായി അറിയില്ല എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും ലോകത്തിലെ പല നേതാക്കന്മാർക്കും അറിയില്ല. അത് ഒരു സീക്രട്ടാണ്. അതായത് നിഗൂഢ സിദ്ധാന്തം എന്ന് പറയും. ആ ഒരു നിഗൂഢ സിദ്ധാന്തമായിട്ടാണ്
ദയവ് ചെയ്ത് ഏതെങ്കിലും സുഡാപ്പികളോ ഏതോമാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നിങ്ങൾ പോയി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഇത് നിങ്ങളുടെ തലച്ചോറിൽ കയറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിൽ ഒട്ടും കയറത്തുമില്ല. കാരണം മദ്രസ പൊട്ടന്മാരായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് എന്ത് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ 72 കൂറിയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിനകത്ത് ഏതെങ്കിലും മദ്രസ പൊട്ടന്മാര് സുഡാപ്പികളുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി തന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്നുള്ളത് ആദ്യമേ പറയട്ടെ ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടതല്ല, 1-2 പേരോ നിന്ന് നോക്കിയേ കേട്ടാൽ പോലും ബുദ്ധിയും ബോധവും ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷിയുമുള്ള ആളുകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാംസൺ ജോസഫ്, സിസ്റ്റർ, സ്വവർഗ അനുരാഗ ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇവർ ദൈവത്തിന്റെ സൃഷ്ടിയായി അല്ലായിരിക്കുമല്ലോ. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇത് ലോകത്തിൽ സ്വവർഗാനുഗാന് ഉണ്ടായത്? സോദോം ഗൊമോര ദൈവം നശിപ്പിക്കാൻ കാരണം സ്വവർഗ അനുഗ്രഹികൾ കാരണമാണല്ലോ. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഈ ലോകം നശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ആ നാളുകൾ സോദോം ഗൊമോറയെ പോലെയും നോഹയുടെ കാലഘട്ടവും പോലെ ഇരിക്കും. അതായത് സോദോം ഗൊമോറയുടെയും നോഹയുടെയും കാലഘട്ടം പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ സോദോം ഗൊമോറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് സ്വവർഗ അനുരാഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കത്തോലിക്ക സഭയിലിരിക്കുന്ന പോപ്പ് എന്ന് പറയുന്നവൻ തനി സാത്താനാണ്. ഈ സാത്താൻ മതത്തിലാണ് ഈ കത്തോലിക്കക്കാരെല്ലാം ഇപ്പോഴും തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത്. അവര് പോയിട്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന പേരിൽ ഈ സാത്താന്റെ കീഴിൽ ഉള്ള പുരോഹിതന്മാരൊക്കെയാണ് പോയി കുർബാന നടത്തുന്നത്. അവരുടെ കീഴിൽ പോയി നിന്നുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, കുർബാന ചൊല്ലുന്നത്. അങ്ങനെ കുറെ എണ്ണങ്ങൾ എന്ത് ചെയ്യുന്നു, നരകത്തിലേക്ക് നേരത്തെ തന്നെ ടിക്കറ്റും വിസയൊക്കെ വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പോപ്പാണ് എന്ത് ചെയ്യുന്നത്, സ്വവർഗ അനുരാഗത്തിന് ലൈസൻസ് കൊടുത്തത് പോലും പോപ്പാണ്. കത്തോലിക്ക സഭയിൽ പല പള്ളികളിലും സ്വവർഗ അനുരാഗികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള പെർമിഷൻ പോലും പോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ക ഫോൾസ് പ്രൊഫറ്റ്, വ്യാജ പ്രവാചകനായിരുന്നു കൊണ്ട് ഈ എന്താ പറയുന്നത് ഇലുമിനാറ്റുകളോടൊപ്പം ചേർന്ന്, അതായത് ഇലുമിനാറ്റുകളുടെ ഏറ്റവും വലിയ അംബാസിഡർ ആണ് നമ്മുടെന്ന്. ഇവന് നമ്മുടെ എന്നൊക്കെ എന്തിനാ ഈ സാത്താനെ പറയുന്നത്? ഇലുമിനാറ്റുകളുടെ ഏറ്റവും വലിയൊരു അംബാസിഡർ ആണ് ഈ എന്താ പറയാ ഈ പോപ്പ് എന്ന് പറയുന്നത്. ഈ പോപ്പിന്റെ കീഴിലാണ് നമ്മുടെ മദർ തെരേസയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്കെല്ലാം ഭയങ്കര വിഷമമാണ്. അയ്യോ, മദർ തെരേസ അങ്ങനെ പറയരുത് സിസ്റ്റർക്ക് അറിയാത്തത് കൊണ്ടാ, സിസ്റ്ററെ മദർ തെരേസ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ നിങ്ങൾക്ക് മദർ തെരേസ എന്ന് പറയുന്നത്. അതാ പറഞ്ഞത്, ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ അത് അറപ്പായും വെറുപ്പായും തോന്നും. അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സത്യങ്ങൾ സത്യമല്ലാതെ ആകത്തില്ല. നിങ്ങൾ സൂപ്പിട്ട് സന്തോഷിച്ച് ചിലത് സത്യമാണെന്നും ചിലത് നല്ലതാണെന്നും കരുതിയിരിക്കുന്നതിനകത്തുള്ള വ്യാജം വെളിപ്പെടുത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ഞാൻ മുതുക്കാടനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ മുതുക്കാടെന്ന് പറയുന്നതും എന്താ പറയുന്നത്, ഈ എന്താ പറയുക ദൈവവചനം വിറ്റ് കാശാക്കുന്നത് പോലെ തന്നെ ഈ ഭിക്ഷാടന മാഫിയെ പോലെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്നും കോടികളുടെ വരുമാനം ട്രസ്റ്റ് വഴിക്ക് ഒഴുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പെടാപ്പാടാണ്. അത് തെളിവ് സഹിതം ആളുകൾ രംഗത്ത് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായി ഞാൻ പറഞ്ഞത്. ഇത് മുന്നമേ എനിക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് പുറത്തു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുപോലെ ഇത് പുറത്തു വരികയും ചെയ്തു. അതിനെക്കുറിച്ച് ആളുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വേണം. ഒരാളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തിൽ വീണുപോയിട്ടോ ഒരു കാര്യം സത്യമാണെന്ന് എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. മനസ്സിലായോ? നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ പറയുന്ന കാര്യത്തിനകത്തുള്ള കഴമ്പ് നമ്മൾ മനസ്സിലാക്കണം. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുവനെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ മദർ തെരേസ എന്ന് പറയുമ്പോൾ മദർ തെരേസയെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ മദർ തെരേസയുടെ ട്രസ്റ്റിൽ അവിടെ ജോലി എടുത്തൊരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് മറന്നുപോയി, ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള തെളിവ് സഹിതം ഞാൻ അപ്ലോഡ് ചെയ്യാം മദർ തെരേസയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ മദർ തെരേസയുടെ ചാരിറ്റി ട്രസ്റ്റിൽ വന്നിട്ടുള്ള പണങ്ങൾ, ഈ കോടികളുടെ പണം എങ്ങോട്ട് ഒഴുകി എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് ഒഴുകിയത് വത്തിക്കാനുള്ള ഒരു പ്രത്യേക ബാങ്കിലേക്കാണ്. അത് ആ ബാങ്കിന് എന്തു പറഞ്ഞ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ബാങ്കാണ്. അതായത് നമ്മുടെ സഹകരണ ബാങ്ക് പോലത്തെ എന്തുവാ പോപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബാങ്കാണ്. അവിടെ കിടക്കുന്ന പണമെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അത്രയ്ക്കും മാത്രം പണം. എന്തിനാണ് ഈ കൊൽക്കട്ടയിൽ ഈ പാവങ്ങളുടെ പേരിൽ വരുന്ന പണമെല്ലാം മദർ തെരേസ എന്തിനാണ് ഈ വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തത്?
പോപ്പിന്റെ അണ്ടറിലേക്ക് എന്തിനാണ് അത് അയച്ചു കൊടുത്തത്? എന്നിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ ഒരു ഡോക്ടർ അവിടെ സേവനം അനുഷ്ഠിക്കുവാൻ വേണ്ടി പോയിരുന്നു. ഈ മദർ തെരേസയുടെ സ്ഥാപനത്തിൽ ആ ഡോക്ടർ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം അവിടെ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ട് അദ്ദേഹം ഞെട്ടിത്തിരിച്ചു പോയിട്ട് അദ്ദേഹം ലണ്ടനിൽ എന്ത് ചെയ്തു, പഠിക്കാൻ പോയിട്ട് അവിടെ വെച്ചാണ് അദ്ദേഹം തുറന്നു പറയുകയും ഒരു മാധ്യമങ്ങൾക്ക് അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത്. അവസാനം ആ പത്രമാധ്യമങ്ങൾ അവരെന്ത് ചെയ്തു, ലണ്ടനിൽ നിന്നും മദർ തെരേസയുടെ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ലണ്ടനിലുള്ള ആ ഓഫറിലേക്ക് വരുമ്പോഴാണ് അവരും ഈ കാര്യങ്ങൾ കണ്ട് ഞെട്ടിത്തിരിക്കുന്നത്. അതായത് അവിടെയുള്ള ഏകദേശപ്പെട്ടവർക്കും എയ്ഡ്സ് രോഗമാണ്, ഏകദേശപ്പെട്ടവർക്കും എയ്ഡ്സ് രോഗം വരുന്നു. ഇത് എങ്ങനെ എയ്ഡ്സ് രോഗം ഇത്രമാത്രം ആളുകൾക്ക് വരുന്നു എന്നുള്ളത് പഠനവിധേയമാക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരാൾക്ക് കുത്തുന്ന നീഡിലെടുത്ത് അടുത്താക്കും കുത്തുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് മരുന്ന് കുത്തി കൊടുക്കാൻ എടുക്കുന്ന നീഡിൽ പച്ചവെള്ളത്തിൽ ചുമ്മാ കഴുകിയിട്ട് അതേ നീഡിൽ എടുത്ത് എന്ത് ചെയ്യുകയാണ്, അടുത്ത ആൾക്ക് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ വളരെ വ്യക്തമായി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചൂടുവെള്ളത്തിനകത്ത് അത് കഴുകാത്തെന്ന്. ഒരു സൈക്കോയാണ് ഈ മദർ തെരേസ, ഒരു സൈക്കോയെ പോലെയായിരുന്നു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മദർ തെരേസ പറഞ്ഞ കാര്യവും അവിടെയുള്ള സിസ്റ്റർമാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പീഡനം സഹിച്ചു, കർത്താവ് കഷ്ടത സഹിച്ചു, അതുകൊണ്ട് ചൂടുവെള്ളത്തിലൊന്നും ഇത് കഴുകേണ്ട കാര്യമില്ല, പച്ചവെള്ളത്തിൽ തന്നെ കഴുകുന്നതായിരിക്കും നല്ലത്. നമ്മൾ അന്നത്തെ കാലത്ത് കർത്താവിന്റെ കാലത്ത് കർത്താവ് ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ കാലത്തും ചൂടുവെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് മദർ തെരേസ പറഞ്ഞത്. അങ്ങനെ വെറും വെള്ളത്തിനകത്ത് ഒരാൾക്ക് കുത്തുന്ന അതേ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾക്ക് കുത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രിയ സഹോദരങ്ങളെ? ഒരാളുടെ രോഗം മറ്റൊരാൾക്ക്, അവിടെ രോഗങ്ങൾ ചികിത്സിക്കപ്പെടുകയല്ല ചെയ്തത്, പിന്നെ രോഗങ്ങൾ പകരുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആർക്കും കട്ടലില്ല, ഒറ്റ മനുഷ്യർക്ക് കട്ടൽ കൊടുത്തിട്ടില്ല. പണം മുഴുവനും എങ്ങോട്ടാണ് ഒഴുകുന്നത്? എല്ലാം വത്തിക്കാനിലോട്ടാണ് പണം പോകുന്നത്. പക്ഷെ ഈ കോടാനുകോടി ആളുകളുടെ എല്ലാം പേരിൽ ഈ ട്രസ്റ്റിനകത്ത് എന്ത് ചെയ്യുകയാണ്, ഈ പാവത്തുങ്ങളെ കാണിച്ചുകൊണ്ടാണ് പണം വന്നൊഴുകിയത്. ഈ പണമെല്ലാം അപ്പപ്പം തന്നെ എന്ത് ചെയ്തു, മദർ തെരേസ അതെന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് വത്തിക്കാനിലേക്ക്. നിങ്ങളിത് തെളിവ് സഹിതം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലാതെ ഞാൻ വിഡിതരവും പൊട്ടത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഇത് തെളിവ് സഹിതം ഡോക്യുമെന്ററി ആയിട്ട് ലണ്ടനിൽ നിന്നും അവർ വന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും അവരുണ്ടായിരുന്നവരെല്ലാവരും കൂടി അത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മദർ തെരേസ ഈ ജനങ്ങളെ മുഴുവനും കിടത്തിരുന്ന സ്ട്രെച്ചറിലായിരുന്നു. അവർക്ക് ആർക്കും കട്ടൽ കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അവർക്കെല്ലാം സ്ട്രെച്ചറിലാണ് കിടത്തിയിരുന്നത്. ആ സ്ട്രെച്ചറിൽ കിടത്തിയിരുന്നിട്ട് അവർക്ക് നേരാവണ്ണം കുളിക്കാനുള്ള സൗകര്യമില്ല, അവർക്ക് നേരാവണ്ണം ബാത്റൂമിൽ പോകുവാനുള്ള സൗകര്യമില്ല. അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും മദർ തെരേസയോട് ചോദിച്ചു, ഇത്രയും കോടികൾ നിങ്ങളുടെ ഇതിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങളത് ഉപയോഗിച്ചില്ല? അത് കർത്താവ് ഭൂമിയിൽ വന്ന് കഷ്ടത സഹിച്ചാണ് മരിച്ചത്. അതുകൊണ്ട് ഈ ജനം കഷ്ടതയിൽ, അതായത് ഈ ലോകം ബാലൻസ് ചെയ്യപ്പെടണമെങ്കിൽ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ ജനമായിരിക്കണമെന്നാണ് അവർ പറഞ്ഞതിൻ്റെ ലോജിക്ക് കേട്ടോ നിങ്ങൾ. ഈ ലോകം ബാലൻസ് ചെയ്യപ്പെടണമെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഒരുത്തനെ രോഗിയായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രോഗിയായി തന്നെ തുടരണമെന്നും, ഒരുത്തനെ കഷ്ടതയിലാണ് സൃഷ്ടിച്ചതെങ്കിൽ അവനെ കഷ്ടതയിൽ തന്നെ അവനെ ജീവിക്കാൻ അനുവദിക്കണം. ദൈവമാണ് അവനെ അങ്ങനെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കണം. നമ്മളെ അവനെ എന്ത് ചെയ്യാൻ പാടില്ല, റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇവർ ഈ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ട് ഇവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉണ്ട്, അതുകൊണ്ട് ഇവർ കഷ്ടത അനുഭവിക്കേണ്ടവരാണെന്നാണ് മദർ തെരേസ പറഞ്ഞത്. അതായത് അവിടെയുള്ള നേഴ്സുമല്ല കന്യാസ്ത്രീകൾക്ക് ഒരു സ്വയം, അതായത് ചാട്ടവാറ് പോലത്തെ ഒരു സാധനമുണ്ട്. അവിടെയുള്ള കന്യാസ്ത്രീമാർ സ്വന്തം മുതുകിൽ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ അടിക്കണം. കർത്താവിന്റെ പാടുപീടകളെ ഓർത്തുകൊണ്ട് സ്വന്തം മുതുകിൽ അടിക്കണം. ഇത് ഇവരൊക്കെ സൈക്കോ ലെവലിലായിരുന്നു ഈ കഷ്ടത. അതായത് ക്രിസ്തുവിനെ വെച്ചൊരു സൈക്കോയെ പോലെയായിരുന്നു മദർ തെരേസ എന്ത് ചെയ്തത്, പെരുമാറിക്കൊണ്ടിരുന്നത്. മദർ തെരേസയുടെ ട്രസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ജനം അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം വാഴ്ത്തപ്പെട്ട വിശുദ്ധിയായിട്ട് അങ്ങ് തലയെ തൂക്കി വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇതിപ്പം ഞാനിപ്പോൾ പറയുമ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതെ കുറേ എണ്ണങ്ങളുണ്ടല്ലോ. നിങ്ങൾ എത്ര സത്യത്തെ കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കണ്ണു തുറക്കില്ല. സത്യങ്ങൾ വെളിപ്പെട്ട് വരുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയോ എന്ന് അന്വേഷിക്കാനെങ്കിലും ശ്രമിക്കണം. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് മദർ തെരേസ ഈസ് എ ഡെവിൾ എന്ന് പറഞ്ഞൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി.
100 ഡോക്യുമെൻ്ററി കയറി വരും. നിങ്ങൾ അങ്ങനെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം സത്യം തന്നെയാണോ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ കണ്ണുകൊണ്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പോയ ഡോക്ടർമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അവിടെ യാതൊരു വിധത്തിലും പ്രോപ്പറായിട്ടുള്ള മരുന്നുകൾ കൊടുക്കത്തില്ല, മരുന്നുകൾ കുത്തിവെക്കത്തില്ല. ഒരു രോഗത്തിന് അവിടെ നേരാവണ്ണം ഡോക്ടർമാർ, അതായത് വ്യക്തമായ ഈ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഡോക്ടർമാരൊന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെയോ ഈ നേഴ്സുമാർ തന്നെയാണ്, അതായത് കന്യാസ്ത്രീമാർ തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും രോഗത്തിന് വരുന്ന മരുന്നുകൾ എടുത്തു വെച്ച് അങ്ങ് കുത്തി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പേരെന്തുവാ? അവരുടെ മുറിവുകൾ കെട്ടുന്നു, കൈകാലുകൾ കഴുകുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള പേരില് കോടാനുകോടി പണം മുഴുവനും അവിടെ വന്ന് ഒഴുകിയപ്പോൾ ആ നേരാവണ്ണം ആ പണം ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് അവർക്ക് ആ ജനതയ്ക്ക് ചികിത്സ കൊടുക്കാമായിരുന്നു. അവിടെ കൂട്ടമായിട്ട് മരണങ്ങൾ സംഭവിച്ചു. പലരും എന്താ പറയുന്ന മരുന്ന് മാഫിയ കമ്പനികളുമായിട്ട് പിന്നീട് ഭയങ്കര ബന്ധമായി ഈ മദർ തെരേസയ്ക്ക്. കാരണം പണത്തിനോടുള്ള മദർ തെരേസയുടെ ആർത്തി വർദ്ധിക്കാൻ തുടങ്ങി. കാരണം അത്രത്തോളം പണം വരും. എപ്പോഴാണോ പണം വരുന്നത് ആ പണം അപ്പം തന്നെ വത്തിക്കാനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കൂ, വത്തിക്കാനിൽ എത്ര മില്യൺ കണക്ക് ഡോളറാണ് വത്തിക്കാനിലെ ബാങ്കിൽ കിടക്കുന്നതെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. വത്തിക്കാനിൽ കിടക്കുന്ന പണം, ഈ മദർ തെരേസയുടെ പണം എന്തിനാ ഈ പാവത്തുങ്ങളെ കാണിച്ച് ഇങ്ങനെ പണം വാങ്ങിച്ച് ഇവർ കൊള്ള ചെയ്യുന്നത്? എല്ലാം ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളയല്ലേ? അതാ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, ഇതൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്കും റീനയോട് വൈരാഗ്യം, റീനയോട് ദേഷ്യം, റീനയോട് അയ്യോ മദർ തെരേസ അങ്ങനെ പറയരുത് ശിഷ്യരെ. കള്ളത്തരം ആര് കാണിച്ചാലും കള്ളത്തരം തന്നെയാണ്. അതിനെ നമുക്ക് മൂടിവെച്ച് പൊത്തിമറയ്ക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. അവസാനം ഈ മദർ തെരേസ വലിയ വലിയ ഉന്നതന്മാരുമായിട്ട്, വലിയ വലിയ മാഫിയകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. അവരുടെ കള്ളപ്പണങ്ങളെല്ലാം മദർ തെരേസയുടെ ട്രസ്റ്റ് വഴിയാണ് എന്ത് ചെയ്ത് വെളുപ്പിച്ചുകൊണ്ടേയിരുന്നത് തന്നെ. അതായത് വിദേശ രാജ്യങ്ങളിലൂടെ ഏറ്റവും, അതായത് മനുഷ്യക്കടത്ത് നടത്തുന്നവന്റെ കൂടെ വരെ മദർ തെരേസ വളരെയധികം സൗഹൃദം സ്ഥാപിച്ചു. അവന്റെ കയ്യിൽ നിന്നെല്ലാം കോടികളാണ് എന്ത് ചെയ്തത് മദർ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അതിനെ വെള്ളപ്പണമാക്കി, അതായത് കള്ളപ്പണത്തെ വെള്ളപ്പണമായി മാറ്റുവാൻ തക്കവണ്ണം മദർ തെരേസയുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ജോർജ് എ ഫിലിപ്പ്, വെറുതെ അനാവശ്യം പറയരുത്. എടാ പൊടാ വിവരം കെട്ടവനെ. നിന്നെപ്പോലുള്ളവനോടൊന്നല്ലല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരവും ബോധവും സത്യവും മനസ്സിലാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെപ്പോലുള്ള മന്ദബുദ്ധികളോടല്ലല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കൊക്കെ ചൊറിയുവോ സത്യം പറയുമ്പോഴത്തേക്കും? അനാവശ്യം പറയരുത് പോലും. ചുമ്മാ എന്റെ വായി തോന്നിയാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ തെളിവ് സഹിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം തെളിവ് സഹിതം. അപ്പൊ നീ കണ്ടാൽ മതി. അപ്പോഴും കണ്ടാലും നീ ഒന്നും പഠിക്കത്തില്ല. കാരണം കണ്ടാലും പഠിക്കാത്ത വർഗ്ഗങ്ങളാണ് നീയൊക്കെ. കണ്ടാലും പഠിക്കത്തില്ല, കൊണ്ടാലും പഠിക്കത്തില്ല. പിന്നെയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തേനൊഴുക്കിയും പാലൊഴുക്കിയൊക്കെ നിന്നോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം അങ്ങ് വിശുദ്ധമായിട്ട് അങ്ങ് മാറും. ബാക്കിയുള്ളവരെല്ലാം തുറന്ന് സംസാരിക്കുന്നവരെല്ലാം വെറും മോശക്കാരും വൃത്തികെട്ടവരുമായിട്ടൊക്കെ നിനക്കൊക്കെ മാറും. നിന്നെപ്പോലുള്ള വിവരദോഷികളോടല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. വ്യക്തമായ തെളിവുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തെളിവില്ലാതെ ഒന്നുമല്ല യൂട്യൂബുകളിലും അവിടെയും ഇവിടെയും എല്ലാം ഈ ഡോക്യുമെന്ററിയും പത്രവും ഒക്കെ ലണ്ടനിൽ നിന്നും ഇതിന്റെ ഡോക്യുമെന്ററിയൊക്കെ ഇറക്കിയത് ചുമ്മാ തെളിവില്ലാതെ ചുമ്മാ ആർക്കും ഡോക്യുമെന്ററി ഒന്നും ഇറക്കാൻ പറ്റില്ല. വളരെ വ്യക്തമായ തെളിവുകൾ വെച്ച് തന്നെയാണ് അവർ ഡോക്യുമെന്ററി ഇറക്കിയത്. ആരും കേസ് കൊടുത്തില്ലല്ലോ ഈ ഡോക്യുമെന്ററി ഇറക്കിയതിന്റെ പേരിലൊന്നും. ആരാ കേസ് കൊടുക്കാൻ വന്ന? കാരണം തെളിവുകൾ പുറത്തു വന്നു. എത്ര കോടികളാണ് ഈ വത്തിക്കാനിൽ കിടക്കുന്നത് എന്നുള്ളതിന്റെയൊക്കെ വ്യക്തമായ കണക്കുകളും തെളിവുകളും വന്നു. അത് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റുന്നില്ലെന്നാ അത് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം കോടികളാണ് അതിലേക്ക് ഒഴുകി മറിഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഈ മനുഷ്യക്കടത്ത് നടത്തുന്നവരുമായിട്ട് ഈ മദർ തെരേസയ്ക്ക് പിന്നീട് ബന്ധങ്ങളുണ്ടായി. അങ്ങനെ മദർ തെരേസയുടെ അക്കൗണ്ടുകൾ എന്ത് ചെയ്തു? കൂടുതൽ എന്ത് ചെയ്തു? അതായത് മദർ തെരേസ ഏറ്റവും കൂടുതൽ ഈ പണം ഉപയോഗിച്ച് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സഭ പണിയണം, അതിനാണ് പണം ഉപയോഗിക്കേണ്ടത്. അതായത് പാവപ്പെട്ടവന്റെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പാവപ്പെട്ടവൻ കഷ്ടത അനുഭവിക്കാനുള്ളവനാണ്, ക്രിസ്തുവിന്റെ ത്യാഗം അനുഭവിക്കാനുള്ളവനാണ്. എന്നാലേ അവൻ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ സഭകൾ സ്ഥാപിക്കപ്പെടണം, കത്തോലിക്ക സഭയുടെ ട്രസ്റ്റുകൾ സ്ഥാപിക്കപ്പെടണം, അവിടെ ഇവിടെയൊക്കെ ബിൽഡിംഗ് സ്ഥാപിക്കപ്പെടണം, കൂടുതൽ ചാരിറ്റി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾക്കെല്ലാം ഈ ഫണ്ടുകൾ ഇറക്കിക്കൊടുത്തു. പാവപ്പെട്ടവന്റെ പേരിൽ മേടിച്ച പണമാ. അല്ലാതെ ഈ മദർ തെരേസയുടെ വീട്ടിൽ കൊണ്ടുപോയി മദർ തെരേസ പറമ്പിൽ കളിച്ചുണ്ടാക്കിയ പണമല്ലല്ലോ. ഈ പാവത്തുങ്ങളെ ഫോട്ടോ എടുത്തും സ്ട്രെച്ചറിൽ കിടത്തിയും. എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് അവരെ സ്ട്രെച്ചറിൽ കിടത്തിയത്? പ്രോപ്പറായിട്ട് അവർക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ല എന്നുള്ളൊരു പ്രീതി കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്.
ഈ മുതുക്കാടെന്ന് പറയുന്ന മുതുക്കാടിനെ കുറിച്ച് ഷിഹാബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഭിന്നശേഷിക്കാരനായ സഹോദരനാണ്. ഷിഹാബിന് ഒരു വീൽ ചെയർ ഉണ്ട്, ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്. ഷിഹാബ് സാധാരണ ഈ ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷിഹാബ് പലയിടത്തും പോകുന്നത് തന്നെ. അപ്പോൾ ഈ മുതുക്കാടൻ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഷിഹാബിനെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. കാരണം ഈ ഭിന്നശേഷിക്കാരെ വെച്ചാണല്ലോ ഈ സ്റ്റേജ് പ്രോഗ്രാമും മാജിക്കും ഒക്കെ നടത്തുന്നത് തന്നെ. അങ്ങനെ 5 പിള്ളേരെ നിർത്തിക്കൊണ്ട്, ഭിന്നശേഷിക്കാരായ പിള്ളേരെ നിർത്തിക്കൊണ്ട് ഷിഹാബിനോട് കോർഡിനേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഷിഹാബ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്കും മുതുക്കാടൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് സ്കൂട്ടറിൽ വരരുത്, ഷിഹാബ് നടന്നു തന്നെ വരണം. ഷിഹാബ് നടന്നു വരുന്ന സമയത്ത് മനുഷ്യരുടെ ഉള്ളങ്ങളിൽ ഒരു ഇമ്പാക്റ്റ്, അതായത് ഒരു എന്ത് പറഞ്ഞ സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് എന്തുവോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ സിമ്പതി ക്രിയേറ്റ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ അനേകർക്ക് ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അനേകം കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പറ്റും. ഇങ്ങനെ അനേകരുടെ എന്താ പറഞ്ഞ ധനസഹായം കൊണ്ട് മാത്രമേ നമുക്ക് അനേകം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ വാക്കുകളുടെ ചാതുര്യം കൊണ്ട് ആ ഷിഹാബിനെ കൊണ്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്തു, ഈ സ്റ്റേജിൽ ഭിന്നശേഷിക്കാരനെ പോലുള്ള സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതുപോലെ ഒരുപാട് 5 പിള്ളേരെ കൊണ്ടുവന്നിട്ട് വിദേശത്ത് നിന്ന് ആളെ കൊണ്ടുവന്ന് ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തിയിട്ട് പോരാത്തതിന് 20 പിള്ളേരെ കൂടി എക്സ്ട്രാ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ സ്റ്റേജിലിരുത്തിയിട്ട് 25 പിള്ളേർ ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ കള്ളം പഠിപ്പിച്ചു. ഷിഹാബ് പറഞ്ഞു 25 പിള്ളേരുണ്ടെന്ന് ഞങ്ങൾ പറയത്തില്ല, കാരണം ഇവിടെ 5 പിള്ളേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴില്ല 25 എന്ന് പറ, എന്നാലേ എന്ത് പറഞ്ഞ് നമുക്ക് ഈ പാവപ്പെട്ട പിള്ളേരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് വൃത്തികേടാണ് ഇവന്മാർ കാണിക്കുന്നത്, എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഇവന്മാരൊക്കെ. ഭിക്ഷാടന മാഫിയയെ വെച്ച് കൊള്ളയടിക്കുന്നത് പോലെയാണ് ഈ വൃത്തികെട്ടവന്മാരെല്ലാം തന്നെ. അന്നും ഇന്നും ട്രസ്റ്റ് ചാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല പ്രിയ സഹോദരങ്ങൾ. അത് ഈ കാലഘട്ടവും കൂടി ആകുമ്പോഴത്തേക്കും ഒട്ടും ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം പണം 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 എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ മുഴുവനും എന്ത് ചെയ്യുകയാണ്, നെട്ടോട്ടം ഓടുകയാണെന്ന് വേണം പറയുവാനായിട്ട്. അങ്ങനെ ആ 5 പിള്ളേർ മാത്രമുള്ള ആ സ്ഥലത്ത് 20 പിള്ളേരെ എക്സ്ട്രാ കൊണ്ടുവന്നത് കാഴ്ചക്കിരുത്തിയിട്ട് ഈ വന്ന ഗസ്റ്റിനെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചത് 25 പിള്ളേർ ഇവിടെ ഉണ്ടെന്നാണ് പറയിപ്പിച്ചത്. അപ്പോൾ ഷിഹാബ് അത് പറയുകയും ചെയ്തു, പോട്ടെ അത് പാവത്തുങ്ങൾക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷിഹാബ് എന്ത് ചെയ്തത്, അതങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ആ മാതാപിതാക്കൾ തന്നെ ഷിഹാബിനോട് പറഞ്ഞു, ഈ കാണിച്ച തെമ്മാടിത്തരവല്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, ഞങ്ങളെ ഗസ്റ്റ് പോലെ വിളിച്ചു വരുത്തിയിട്ട് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് സാറ് പറഞ്ഞിട്ടെ ഇത് മനഃപൂർവ്വം ചെയ്ത കൊടും ചതിയാണ്, ഇത് ചെയ്യാൻ പാടില്ല ഷിഹാബ് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഷിഹാബിനോട് വഴക്ക് പറയുകയാണ്. അതിനുശേഷം ഈ ഷിഹാബിനെ കുവൈറ്റിലേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഷിഹാബിന് കുവൈറ്റിൽ അവർ കോർഡിനേറ്റ് ചെയ്തവർ കുറച്ച് പൈസ ഷിഹാബിന് കയ്യിൽ കൊടുത്തു. അതുപോലെ തന്നെ കാഴ്ചക്കാരായിട്ട് വന്നവർ ഭിന്നശേഷിക്കാരെ കാണുമ്പോൾ സ്വാഭാവിക മനുഷ്യർക്ക് സ്നേഹം തോന്നുമല്ലോ. അതിന്റെ രീതിയിൽ 20 കുവൈറ്റ് ദിനാറും അങ്ങനെ എങ്ങനെയൊക്കെ കൊടുത്തു. അതെല്ലാം കൂട്ടി വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഷിഹാബ് എന്ത് ചെയ്തു, ഈ മുതുകാടിനോട് തുറന്നു പറഞ്ഞു, എനിക്ക് ഇത്രയും പൈസ ആൾക്കാർ തന്നു, ഷെക്കേലുകളായിട്ട് ഇങ്ങനെ കുവൈറ്റ് ദിനാറായിട്ട് എനിക്ക് തന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ എന്ത് ചെയ്തു, അത് മുതുകാട് ഇങ്ങനെ വാങ്ങിച്ചു. അത് നമ്മുടെ ട്രസ്റ്റിൽ ഇടാനുള്ളതാണ്, അത് നമുക്ക് ട്രസ്റ്റിൽ തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളിക്കാരൻ പറഞ്ഞു അത് ശരിയുള്ള കാര്യമില്ല, അത് ഷിഹാബിന് കൊടുത്ത പൈസയാണല്ലോ പറഞ്ഞപ്പോഴത്തേക്കും ആ കോർഡിനേറ്റർ കൊടുത്ത പൈസ ഒരു 2 ലക്ഷം രൂപയോളം വരും. അപ്പോഴത്തേക്കും ഷിഹാബിനോട് പറഞ്ഞു, അതെന്തിനാ ഈ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നേക്ക്, ഞാനത് നമ്മുടെ ട്രസ്റ്റ് വഴിക്ക് എന്ത് ചെയ്യാം, ഷിഹാബിന്റെ അക്കൗണ്ടിലേക്ക് നാട്ടിലേക്ക് ഞാൻ പൈസയാക്കി തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷിഹാബ് പറഞ്ഞു, അതെന്തിനാ സാർ, ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കാം, ഞാനിത് അല്ല നിനക്ക് ഇൻകം ടാക്സുകാർ പിടിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പ്രോഗ്രാമിന് പോയി കിട്ടിയതിൻ്റെ പ്രതിഫലമാണെന്ന് ഞാൻ പറഞ്ഞേക്കാം എന്നിങ്ങനെ പറഞ്ഞു. അതിൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആയിട്ടാണ് ഈ മുതുകാട് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതുകാട് എന്തിനാണ് ഈ അക്കൗണ്ടിലേക്ക് പണം വരുത്തിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടുകാരുടെ മുമ്പിൽ 2 ലക്ഷം രൂപ ഷിഹാബിന് എന്ത് ചെയ്തു, ഷിഹാബിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ 2 ലക്ഷം രൂപയെ ഷിഹാബ് അക്കൗണ്ടിലേക്ക് ഇടണമെന്നും ആ അക്കൗണ്ട് വഴിക്ക് ഞാൻ ഷിഹാബിന് ട്രാൻസാക്ഷൻ ചെയ്തു തരാമെന്ന് പറയുമ്പോഴത്തേക്കും ആ കണക്ക് കാണിക്കാം, ഓഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും 2 ലക്ഷം രൂപ ഷിഹാബിന് എന്ത് ചെയ്തു, ഗിഫ്റ്റായിട്ട് അവരുടെ ട്രസ്റ്റ് കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് ആ പണം അങ്ങനെ ചെയ്തത്. അപ്പം എന്തെല്ലാം തരത്തിലുള്ള ചൂഷണം നടക്കുന്നു, ഇതൊന്നും പുറം ലോകം അറിയത്തുമില്ല, അന്വേഷിക്കത്തുമില്ല. ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഷിഹാബ് പറഞ്ഞില്ല സാർ ഞാൻ എന്ത് കൈ തന്നെ പിടിച്ചേക്കാന്ന് പറഞ്ഞ പറയണേ, എന്നൊരു കാര്യം ചെയ്ത് ഷിഹാബ് സ്വന്തം ചെലവിൽ എന്ത് ചെയ്താൽ മതി, നാട്ടിലേക്ക് വന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഷിഹാബിനെ തിരിച്ചു കൊണ്ടുപോയില്ല ഈ മുതുകാടൻ. ഒറ്റയ്ക്ക് ആ ഭിന്നശേഷിക്കാരനെ കുവൈറ്റിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് എന്ത് പറഞ്ഞ മുതുകാടൻ പോയത്. ഇതൊക്കെയാണോ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടാണോ നന്മ മരം ഒന്ന് പൊക്കി പിടിച്ചോണ്ട് വെച്ചോണ്ടിരിക്കുന്ന ഇവനെയൊക്കെ? ഇതൊക്കെ എന്തുമാത്രം എന്തു പറഞ്ഞ ഈ മറുനാടനൊക്കെ എന്തിനാണ് ഈ വൃത്തികെട്ടവനൊക്കെ വെളുപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവനൊക്കെ എന്തിനാണ് ഈ വെളുപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. സത്യങ്ങളെ സത്യമായിട്ട് അന്വേഷിക്കണം. ഒരുത്തന്റെ വാങ്ങിൽ നിന്നും വരുന്ന വാക്ചാതുര്യം കണ്ടോ, ചിരി കണ്ടോ, ഓന്റെ പറച്ചിൽ കണ്ടോ ഒന്നും നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. മധുരമൊഴുക്കുന്ന വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. അവിടെ നടക്കുന്നത് എല്ലായിടത്തും പണം എന്ന് പറയുന്നത് തുടക്കക്കാർ ആളുകൾ ചോദിക്കുന്നൊരു സഹോദരിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? എടാ ചെയ്യാണോ എങ്കിൽ നല്ലതുപോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നീ ചെയ്യരുത്. അല്ലാതെ എന്നോട് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇട്ടപ്പോൾ പലരും കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്, എന്തുവാ സഹോദരി എന്തിനാണ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ നന്മ മുടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ മുതുകാടിന്റെ ട്രസ്റ്റിലുള്ളവർ മാത്രമാണോ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർക്ക് മുതുകാട് വാരിക്കോരി കൊടുക്കുകയാണോ? അല്ല, അവരെ കാണിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ പണം കളക്ട് ചെയ്യുകയാണ്, ട്രസ്റ്റുകൾ കളക്ട് ചെയ്യുകയാണ് ഈ പണം എന്ന് പറയുന്നത്. ആ ട്രസ്റ്റിലൂടെ ഒഴുകുന്ന പണങ്ങൾക്ക് കയ്യും കണക്കും ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. കഴിഞ്ഞ ദിവസം 25 ലക്ഷം രൂപ തന്നെ മറുനാടൻ തന്നെ ബ്രിട്ടീഷ് മലയാളിയുടെ എന്താ പറഞ്ഞ ചാരിറ്റി ട്രസ്റ്റിൽ നിന്നും മറുനാടൻ കൈമാറിയിരിക്കുന്നു. അപ്പൊ ഇതുപോലെ എത്ര ആളുകൾ ലക്ഷക്കണക്ക് കൈമാറുമ്പോൾ എത്ര കോടികൾ അതിനകത്ത് ഒഴുകുന്നു എന്നുള്ളത് ചിന്തിക്കാൻ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകത്തില്ലേ എന്റെ പ്രിയ സഹോദരങ്ങളെ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ട് ആ ഷിഹാബിനെ എന്ത് ചെയ്തു? ഇവർ മനഃപൂർവ്വം എന്ത് ചെയ്തു? ഒഴിവാക്കി. മനഃപൂർവ്വം ആ ഷിഹാബിനോട് വൈരാഗ്യം കാണിച്ചു. അവനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെ അവിടുന്ന് പുറത്താക്കി. എത്ര പേരെയാ ഈ മുതുകാട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതുപോലെ പുറത്താക്കിയിരിക്കുന്ന ഭിന്നശേഷിക്കാരെ കൂടെ നിർത്തിയിട്ട് ചോദിക്കാനും പറയാനുള്ള അവർക്ക് ത്രാണിയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, ഇവന്റെ കള്ളത്തരം നടക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവിടെ അങ്ങ് എന്ത് ചെയ്യും? അവരെ അങ്ങ് ഒഴിവാക്കുന്നതാണ് ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈ ട്രസ്റ്റുകളെ വിശ്വസിക്കാൻ കൊള്ളൂല. കൊടുക്കുന്നവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെ കയ്യിൽ എന്ത് ചെയ്യുക? കൊണ്ടു കൊടുക്കുക. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ ട്രസ്റ്റുകളുടെ പേരുകളിൽ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. വെറും വിഡ്ഢിത്തരമാണ് മനുഷ്യർ കാണിക്കുന്നത് ഈ ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്ന പണം. ഇത് തന്നെയാണ് മദർ തെരേസയുടെ ട്രസ്റ്റിലും നടന്നത്. പാവപ്പെട്ട വീൽ ചെയറിൽ കിടക്കുന്നവരെയും സ്ട്രെച്ചറിൽ കിടക്കുന്നവരെയും ആ കാലം തൊട്ട് മദർ തെരേസ സ്ട്രെച്ചറിലാണ് കിടത്തിയിരുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നിരത്തിയിടുമായിരുന്നു ഇങ്ങനെ, മനസ്സിലായോ? പായ് വിരിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് കക്കൂസി പോകുന്ന സംവിധാനങ്ങളില്ല. ആ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് ഇട്ടുതരാം. കണ്ടെങ്കിൽ നീയൊക്കെ മനസാന്തരപ്പെട്, കണ്ടെങ്കിൽ നീയൊക്കെ തിരിച്ചറിയും ഇത് എത്രത്തോളം ചതിയും വഞ്ചനയുമാണ് കാട്ടിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ ട്രസ്റ്റുകളുടെ പേരിൽ ഇവന്മാരൊക്കെ നടത്തുന്നത് എത്രമാത്രം ചതിയാണെന്നുള്ളത് ഞാൻ വീഡിയോ സഹിതം ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. ആ കാഴ്ചകൾ കണ്ടെങ്കിലും നിന്റെയൊക്കെ മനസ്സും ഹൃദയമൊക്കെ ഒന്ന് അലിയട്ടെ. ഈ പാവത്തിനോട് കാണിക്കുന്ന ക്രൂരത എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കട്ടലിൽ നിലത്ത് പായിട്ട് അടുക്കി കെട്ടിയിട്ട് അവരുടെ ബാക്ക് സൈഡിൽ കയറുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ലോക്ക് ചെയ്തിട്ടിരിക്കുക അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ഓടിക്കളിക്കാതെയും അനങ്ങാതെയും ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യുകയാണ്? കെട്ടിയിടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വ്യക്തമായി പോയി ഡോക്യുമെന്ററി എടുത്തവർ വ്യക്തമായി തന്നെ എന്ത് ചെയ്തു? അത് വെളിപ്പെടുത്തിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകാരം എന്ത് ചെയ്തു? വലിയ എന്താ പറയുന്ന ക്രൂരതയെന്ന് വെച്ചാൽ മഹാക്രൂരതയാണ് കാണിച്ചത് മുഴുവനും. പേരിനെന്തുവാ? 2 കഥ ആൾക്കാർ അടിച്ചുവിടും. എന്തു പറയുക? മദർ തെരേസ പോയിട്ട് ഒരു കടയിൽ പോയി ചോദിച്ചു വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ തരുമോ? ഈ 2-3 കഥയൊക്കെ കേട്ട് എല്ലാവരും അങ്ങ് ആ കഥയിലൊക്കെ, ഞാനും ഒരു കാലത്ത് ഈ കഥയൊക്കെ കേട്ടിട്ട് മദർ തെരേസയോട് അങ്ങ് സ്നേഹവും പ്രേമവും ഒക്കെ മൂത്തിരുന്ന ആൾ തന്നെയാണ് ഞാനും. കാരണം ഇങ്ങനത്തെ കഥകളൊക്കെ ആണല്ലോ അടിച്ചുവിടുന്നത്. നന്മമരങ്ങളുടെ കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും നന്മമരങ്ങൾ കാട്ടുന്ന കരങ്ങൾ എന്നിട്ട് ഭിക്ഷ എടുത്തിട്ട് മദർ തെരേസ ചോദിച്ചപ്പോൾ ഒരുത്തൻ കാർക്കിച്ച് തുപ്പിച്ചു. അപ്പോഴത്തേക്കും മദർ തെരേസ ഇങ്ങനെ തേച്ചിട്ട് പറഞ്ഞത് എനിക്കുള്ളത് എന്റെ കുഞ്ഞുങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ എടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? എടാ, കോടികൾ ട്രസ്റ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസ എന്തിനു ഭിക്ഷ എടുക്കാൻ പോയി? അപ്പോൾ മദർ തെരേസ ഒരു സൈക്കോയെ പോലെ ആ ജനത്തിനോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വരുന്ന പണം അത് ചെലവാക്കാനുള്ളതല്ല. അവിടെ കിടക്കുന്നവർ അവിടെയുള്ള
മറ്റ് അതായത് മദർമാർക്ക് അവിടെ ജോലി ചെയ്യുന്ന മദർ തെരേസയുടെ അവിടെ ജോലി ചെയ്യുന്ന മറ്റു മദർമാരോടെല്ലാം ഈ മദർ തെരേസ പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ കർത്താവിനെ പോലെ ത്യാഗം സഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ വരുന്ന പണം, ഒഴുകി വരുന്ന പണത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. അവരുടെ സിസ്റ്റമായിരുന്നു, അതൊരു നിർബന്ധ നിയമമായിരുന്നു ഇവരെ ഭിക്ഷ എടുക്കാൻ പറഞ്ഞു വിടുന്നത്. ആരെ? ഈ മറ്റു സിസ്റ്റർമാരെ പോയി ഭിക്ഷയെടുത്ത് ആ ഭിക്ഷയിൽ കിട്ടുന്ന ഫുഡ് കൊണ്ടുവന്നാണ് മദർ തെരേസ അവിടെയുള്ള ജനങ്ങളെ തിരിച്ചുകൊണ്ടിരുന്നത്. ആ ട്രസ്റ്റിൽ കിടക്കുന്ന പിള്ളേരെ തീറ്റിച്ചതും കൊടുത്തതുമെല്ലാം കൊൽക്കട്ടയിലെ പാവം ജനങ്ങൾ കൊടുക്കുന്ന ഭിക്ഷയിൽ നിന്നുമാണ് കഴിപ്പിച്ചത്. അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന അക്കൗണ്ടുകളിലുള്ള പണം മദർ തെരേസ അതിനായിട്ട് ചെലവഴിച്ചിട്ടേയില്ലായിരുന്നു. അത് മുഴുവനും വത്തിക്കാനിലെ അക്കൗണ്ടിലേക്ക്. ഇവളെയൊക്കെ ദൈവം വെറുതെ വിടുമോ? ഇതൊക്കെ ദൈവം വെറുതെ വിടുമോ? ഇങ്ങനത്തുള്ള സൈക്കോകളെയൊക്കെ. ഇതൊക്കെ ഞാൻ തുറന്നു പറയുമ്പോഴത്തേക്കും പലർക്കും കേൾക്കുന്നത് ഇടർച്ചയായിട്ട് മാറുകയാണ്. അന്വേഷിച്ചു പോയാലേ സത്യങ്ങളെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്യവും കണ്ടെത്താൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. ഒന്നിനെന്ത് ചെയ്യരുതായിരുന്നു? അങ്ങനെ ഭിക്ഷ എടുത്ത് എന്നെ തീറ്റിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മദർ തെരേസയുടെ ട്രസ്റ്റ് വഴിക്ക് പണം വരുത്തിക്കുന്നത്? എൻ്റെ ആവശ്യം പണത്തിനോട് ആർത്തിയില്ലാത്ത സ്ത്രീയാണെങ്കിൽ ഈ പാവത്തങ്ങൾ അവിടെ ഉള്ളവർ, അതവരുടെ ഒരു നിയമമായിരുന്നു. അവിടുത്തെ ഒരു നിയമമായിരുന്നു. അവിടെയുള്ള മദർമാർ പോയി ഭിക്ഷ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ആ പാവത്ത്, അതായത് കൊൽക്കട്ട എന്ന് പറയുന്ന നഗരമേ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, അന്നത്തെ കാലഘട്ടമല്ലേ. ആ നഗരമേ ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ആ രാജ്യമേ എഴുമ്പേറ്റമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അവരെ ചൂഷണം ചെയ്തിട്ട് ആ പണം കൊണ്ടാണ് എന്ത് ചെയ്തത്, അവരുടെ കഞ്ഞി വാങ്ങിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ മദർ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്ന കോടികൾ 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 അതെല്ലാം എന്ത് ചെയ്ത് വത്തിക്കാനിലേക്ക് അയച്ചയച്ചു കൊടുത്തു. ഈ ക്രൂരതയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? നിങ്ങൾക്ക് എത്ര വൃത്തികെട്ട സമൂഹമായി മാറിയത് കൊണ്ടാ നിങ്ങൾ സത്യങ്ങൾ ഗ്രഹിക്കാതെയും മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയും ഈ നന്മ മരങ്ങളെന്ന് പറഞ്ഞു വരുന്നവന്മാരെയും എല്ലാം പൊക്കിപ്പിടിച്ച് തലയിൽ തൂക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം ആ സമൂഹത്തോട് കാണിക്കുന്ന അനീതി ഈ അന്ത്യകാലഘട്ടത്തിൽ അത് തന്നെയായിരിക്കും. മനുഷ്യ സ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും രാഷ്ട്രീയക്കാരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവന്മാരും ഭോഗപ്രിയന്മാരുമായി തീർന്ന് വ്യാജത്തിന് കൂട്ടുമറ നിൽക്കുന്നവരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. പോരാത്തിന് മദർ തെരേസ ചെയ്ത വേറൊരു തെമ്മാടിത്തരം കൂടി ഞാൻ പറഞ്ഞു തരാം. അതെല്ലാം തെളിവ് സഹിതം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. മദർ തെരേസ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, വിദേശ രാജ്യത്ത്, സ്ഥലത്തിന്റെ പേര് എനിക്ക് മറന്നുപോയി, ആ ഡോക്യുമെന്ററി ഒന്നുകൂടി വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിദേശ രാജ്യത്ത് ഒരു പുരോഹിതന്റെ കീഴിൽ 15 പിള്ളേര്, 15 or 20 പിള്ളേർ ആ പുരോഹിതന്റെ കീഴിൽ, നമുക്കറിയാലോ ഈ ആൾട്ടർ ബോയ് ആയിട്ട് നിൽക്കുമല്ലോ. ഈ അമ്മമാരൊക്കെ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞു പ്രായത്തിലേക്ക് കൊണ്ട് എന്ത് ചെയ്യും, വിടും ഈ ആൾട്ടർ ബോയ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പിള്ളേർ അവിടെ നിന്ന് പഠിക്കുകയും ആ അച്ഛന്റെ താഴെ നിൽക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഈ കുഞ്ഞുങ്ങളെ ഈ അച്ഛൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന്, ഇന്ന് മദ്രസയിൽ ഉസ്താദുമാർ നടത്തുന്ന ഈ വൃത്തികേടുകളുണ്ടല്ലോ, ഇതുപോലെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ അച്ഛൻ്റെ എതിരെ കേസെടുത്തു. മനസ്സിലായോ? അങ്ങനെ ഈ അച്ഛനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുത്ത് ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം തെളിവ് സഹിതം എന്ത് ചെയ്തു, അവിടുന്ന് പുറത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട്, കാരണം ഇന്നത്തെ കാലഘട്ടം പോലെ അന്നത്തെ കാലഘട്ടം എല്ലാം തേച്ചു മാച്ചു മറയ്ക്കാനുള്ള നിയമങ്ങളും നിയമവാഴ്ചകളും ഒക്കെ ആണല്ലോ. ശക്തമായ നിയമ പോരാട്ടവും ലോകം സോഷ്യൽ മീഡിയ അറിയുന്ന കാലഘട്ടമൊന്നും അല്ലല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 25 കുഞ്ഞുങ്ങളോ 15 കുഞ്ഞുങ്ങളെയാണെന്ന് തോന്നുന്നു. ഇത്രയും പേരെയും എന്ത് ചെയ്തു, ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കുഞ്ഞുങ്ങളെല്ലാം, ആൺകുട്ടികളെല്ലാം. അങ്ങനെ ആ തെമ്മാടിത്തരം അത് അൾത്താരയിൽ വെച്ചാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ കേസായി, ഈ അച്ഛന്റെ പേരിൽ കേസായി കഴിഞ്ഞപ്പോഴത്തേക്കും വത്തിക്കാനിൽ എന്ത് ചെയ്തു, അത് പ്രശ്നമായ ആ രാജ്യത്ത് ഈ അച്ഛനെ എന്ത് ചെയ്യണം, സഭയിൽ നിന്നും പുറത്താക്കണം എന്നുള്ള തീരുമാനമൊക്കെ വന്നു. അപ്പോഴേക്കും മദർ തെരേസയാണ് പോപ്പിന് ലെറ്റർ അയക്കുന്നത്, എന്ത് ചെയ്യരുത്, അതും ഡോക്യുമെന്ററിയിൽ അവർ പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. ഈ മദർ തെരേസ പോപ്പിന് ലെറ്റർ അയക്കുകയാണ്, അത് അച്ഛനെ എന്ത് ചെയ്യരുത്, പുറത്താക്കരുത്, ആ അച്ഛനെ അങ്ങനെ തന്നെ അച്ഛൻ പദവിയിൽ നിലനിർത്തണമെന്ന്. നാണവും മാനവും ഒക്കെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാണവും മാനവും ഒക്കെ ഉണ്ടോ ഇതിനൊക്കെ? ആ വൃത്തികേട് കാണിച്ച് 15-25 കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തവൻ, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയവനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പരാതിപ്പെടുകയും അതിനനുസരിച്ച് പരാതിക്ക് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് വത്തിക്കാനിലേക്ക് കത്തയച്ചു കൊടുത്തിട്ട് ആ മനുഷ്യനെ പുറത്താക്കരുത്, അദ്ദേഹത്തെ അച്ഛൻ പദവിയിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് മദർ തെരേസ അവിടെ കത്തെഴുതി കൊടുത്തു. അതിന്റെ പേരിൽ മദർ തെരേസയുടെ കോടികളുടെ പണം വത്തിക്കാനിൽ കിടക്കുന്നത് കൊണ്ട് മദർ തെരേസ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയില്ല. എന്തിനാ മദർ തെരേസ അത് പറഞ്ഞെന്നറിയാമോ? മദർ തെരേസ അത് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യക്കടത്ത് നടത്തുന്നവന്മാരും വലിയ ഈ
ഈ പണം കോടികളുടെ ആസ്തി ഉള്ളവന്മാരുമായിട്ടുള്ള വലിയ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നത് ഈ അച്ഛന് ആണ്. ഈ അച്ഛൻ വഴിക്കാണ് ഈ കള്ളപ്പണങ്ങൾ മുഴുവനും മദർ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മദർ തെരേസ എന്ത് ചെയ്തത്, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ആ അച്ഛൻ പദവിയിൽ തന്നെ എന്ത് ചെയ്തത്, നിലനിർത്താൻ മദർ തെരേസ പറഞ്ഞത്. ഇതെല്ലാം സംഭവിച്ച ആ ലെറ്റർ സഹിതം എല്ലാം തെളിവ് സഹിതം ഡോക്യുമെന്ററിയിൽ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒരുത്തിന് കോടീശ്വരനാകണമെങ്കിൽ ഒരു നന്മ മരം അങ്ങ് ആയാൽ മതി, പെട്ടെന്ന് അങ്ങ് കോടീശ്വരനാകാൻ പറ്റും. അവനൊരു നന്മ മരമായിട്ട് അങ്ങ് മാറി ഒരു ചാരിറ്റിയും ട്രസ്റ്റും ഒക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നോ രണ്ടുപേരെ എടുത്തു വെച്ച് കയ്യിലിട്ട് താലോലിച്ച് വാവോ കുഞ്ഞാരേ കുഞ്ഞാരെന്ന് കാണിക്കുന്ന ഫോട്ടോ എടുത്തു വെച്ച് 4 പേരെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു നന്മ മരം വേറെയുണ്ടോ എന്ന് പറയും. അതുപോലെ മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീയെ ഈ ലോകം മുഴുവനും വാഴ്ത്തിപ്പാടിയത് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വാഴ്ത്തിപ്പാടേണ്ടി വന്നത്. അന്നത്തെ കാലത്ത് ആ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ യൂട്യൂബർമാർ എന്ത് ചെയ്തേനെ, കൊൽക്കട്ട തെരുവുകളിൽ 24 മണിക്കൂർ മദർ തെരേസയുടെ ട്രസ്റ്റുകളിൽ കയറിയിറങ്ങി നരങ്ങിയനെ യൂട്യൂബർമാരെ പോയി. മനസ്സിലായോ? അന്നത്തെ കാലത്തായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെമ്മാടിത്തരം കാണിച്ചതിന് വീഡിയോ സഹിതം എന്ത് ചെയ്തതിന് പകർത്തിയതിന്. എന്നിട്ടും വീഡിയോ സഹിതം ഈ ഡോക്യുമെന്ററി പുറത്തു വന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹം പോകുന്ന പോക്ക് ഒരു അപകടത്തിനെ സ്വാധീനിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകം അറിയാത്ത മന്ദബുദ്ധികളായി ഇരിക്കരുത് പ്രിയ സഹോദരങ്ങളെ. സത്യം വൈകിയാണെങ്കിലും അത് അറിയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോകുവാനും നമ്മൾക്ക് കഴിയണം. അതായത് നമ്മളിപ്പം നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു ടാസ്ക്കാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം. അപ്പം നമ്മളൊരു ടാസ്ക്കായ ലൈഫിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടാസ്ക്കായ ലൈഫിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ടാസ്ക്കായ ലൈഫിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ വലിയൊരു കുഴി കാണുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ചെളി കാണുകയാണ്. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഒരുപാട് എന്ത് പറയുന്നത് തടസ്സങ്ങളെ നമ്മൾ കണ്ടു പോവുകയാണ്. അപ്പോൾ അതിനെ വ്യക്തമായി വിലയിരുത്തണം. നമ്മൾ പോകേണ്ടത് ഈ വഴിക്ക് തന്നെയാണോ? അത് കുറേ വഴികൾ അവിടെ കാണുമായിരിക്കും. അതിൽ ഏത് വഴിയാണ് യഥാർത്ഥ വഴി എന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ സ്ഥലത്തേക്ക് ചെന്ന് എത്തപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ നിന്നിട്ട് ഒരുത്തും ബോർഡ് വെച്ച് കാണിച്ചുകൊണ്ടിരിക്കും, സൂപ്പർ ഈ വഴിയാണ് നിങ്ങൾക്ക് സേഫായ വഴി, ഇതിലേക്ക് വാ എന്ന് പറഞ്ഞ് ബോർഡ് കാണിക്കുന്നതിനനുസരിച്ചൊക്കെ നിങ്ങൾ ആ ബോർഡ് നോക്കി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെയോ ആ ബോർഡ് കാണുന്നതിനോടൊപ്പം ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. ആ ബോർഡ് കാണിക്കുന്നതിനോടൊപ്പം ആ ബുദ്ധിയും കൂടി അവിടെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിലൂടെ പോയാൽ എന്താണ് അപകടം മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളൊരു പോകുന്ന കാലഘട്ടത്തെങ്കിലും വീക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പേജ് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവർക്ക്, ഈ സത്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റാത്തവർക്ക്, ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവർക്ക് ദയവ് ചെയ്ത് ഈ പേജ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകണം. എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ശരി അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് പോകണം. നിങ്ങൾ വ്യൂവേഴ്സായിട്ട് വന്ന് കുത്തിയിരുന്ന് കാണണമെന്ന് പോലും എനിക്ക് നിർബന്ധവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? 10 പേര് കണ്ടാൽ അത്രമാത്രം മതി. കാരണം എന്ന് വെച്ചാൽ ഇത് ചുമ്മാതെ ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് നടത്തിക്കൊണ്ടോ ലോകജാതികൾ ചെയ്യുന്നത് പോലെ അനേകം വ്യൂവേഴ്സിനെ കൂട്ടി എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ സത്യം അന്വേഷിച്ചു പോകുന്ന ചിലരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ സത്യം അന്വേഷിച്ചു പോകുന്ന ചിലരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അവർക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കുകയാണ്, അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ലോകം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അജണ്ടകളാണ് പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ ഇസ്രായേലിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ എന്ത് പറയുന്ന, നിങ്ങൾ നാട്ടിലിരുന്ന് കാണുന്നത് പോലെയല്ല ഞാൻ ഇസ്രായേലിൽ ഇരിക്കുമ്പോൾ ആ അജണ്ട മനസ്സിലാക്കിയെടുക്കുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മശിഹയുടെ വരവ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് എന്താ പറഞ്ഞ, നിങ്ങൾ നാട്ടിലിരുന്ന് കാണുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കാണുന്നു, അതുപോലെയല്ല ഇസ്രായേലിൽ ഇരിക്കുമ്പോൾ ഞാനിത് തിരിച്ചറിയുന്നത്. ഇന്ന് ഉച്ചയ്ക്കും ഞാൻ യാക്കോവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച കാര്യമാണ്, ഇവിടുത്തെ അജണ്ടകളും രീതികളും എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് യാക്കോവ് പറഞ്ഞ ഒറ്റ കാര്യം, മശിഹ വരാൻ സമയമായി. ഇത് തന്നെയാണ് യാക്കോവും എന്നോട് പറയുന്നത്, മശിഹ വരാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇസ്രായേലിൽ ഇലുമിനാറ്റുകൾ വളരെ ശക്തമായി തന്നെ എഴുന്നേറ്റുന്നുണ്ട്. ഇസ്രായേലിൽ കലാപം സൃഷ്ടിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിൽ തന്നെ കലാപം നടന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തുമാത്രം പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന്
ബെറ്റ്സാലേൽ സ്മോട്രിച്ചിനെയും ഇത്തമാർ ബെൻഗ്വിറിനെയും അതിനിടയിൽ പുറത്താക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇപ്പോൾ ബെറ്റ്സാലേൽ സ്മോട്രിച്ചും ഇത്തമാർ ബെൻഗ്വിറും സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തോടുകൂടി ഏലിയാവ് പോയി ആഹാവിനോട് സംസാരിച്ചതുപോലെയും മോശ പോയി ഫറവോനോട് സംസാരിച്ചതുപോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ആകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അത് എനിക്കങ്ങ് ഫീൽ ആകുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം അമേരിക്ക എന്ന് പറയുന്നത് എന്തു പറഞ്ഞാലും തലയാട്ടി ബൊമ്മകളെ പോലെയാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പിന്നെ ഇസ്രായേൽ പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. കാരണം അമേരിക്ക വന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് ആദ്യമേ വന്ന് എന്ത് ചെയ്യും, സ്വാധീനം അങ്ങ് പിടിച്ചെടുക്കും. അതായത് സഹായിക്കുന്നു എന്നുള്ള പേരിൽ വിമാനങ്ങൾ കൊടുത്തും അത് കൊടുത്തും. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വലിയ കാട് 2 വിമാനം കൊണ്ടുവന്ന് എന്ത് ചെയ്തു, യുദ്ധവിമാനം കൊണ്ടുവന്ന് യുദ്ധവിമാനത്തിന്റെ കപ്പൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ചെങ്കടലിൽ കൊണ്ട് അടുപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോളറുകളൊക്കെ കൊടുക്കുകയാണ്. അതായത് പതുക്കെ പൈസ കൊടുത്ത് അവന്റെ ചരട് അങ്ങ് വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ പട്ടത്തെ അവൻ പറത്തു. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പട്ടത്തെ പറത്താൻ വേണ്ടിയിട്ടാണ് ഈ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇത്തമാർ ബെൻഗ്വിറും ബെറ്റ്സാലേൽ സ്മോട്രിച്ചും പറഞ്ഞൊരു കാര്യം, ഇസ്രായേലിന് അമേരിക്കയുടെ ഫ്ലാഗിനകത്ത് കിടക്കുന്ന സ്റ്റാർ അല്ല ഇസ്രായേലിലെ സ്റ്റാർ എന്ന് പറഞ്ഞ പിടികിട്ടിയോ നിങ്ങൾക്ക്? ആ പദം തന്നെ അവർ പറഞ്ഞു എന്നുള്ളതാ വാസ്തവമായ കാര്യം. അതായത് അമേരിക്ക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, വളരെ നല്ല കാര്യം. അമേരിക്കയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഫ്ലാഗിനകത്ത് കിടക്കുന്ന സ്റ്റാർ ആണ് ഇസ്രായേലിലെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അമേരിക്കയുടെ എല്ലാം കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇസ്രായേലിനെ കയറി അങ്ങ് ഭരിച്ചേക്കാം എന്ന് ചിന്തിക്കരുത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഇത്രയും തൻ്റെ ഇടത്തോടുകൂടി അമേരിക്കയെ നോക്കി പറയാൻ തക്കവണ്ണം ശക്തമായിട്ട് നിൽക്കുന്ന 2 നേതാക്കന്മാരെ കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. ഇത്രയും എലിമിനാറ്റുകളുടെ വാഴ്ച നടക്കുന്ന സമയത്തും വ്യക്തമായി ബെറ്റ്സാലേൽ സ്മോട്രിച്ചും ഇത്തമാർ ബെൻഗ്വിറും പറയുന്നുണ്ട്, ഇത് പ്രൊപ്പഗണ്ടയാണ്, ഇതൊരു അജണ്ടയാണ്. ഈ അജണ്ടയ്ക്ക് ഭാഗമായിട്ടാണ് ഈ അമേരിക്കയും ലോകരാജ്യങ്ങളും ഇസ്രായേലിന് എതിരായി നിൽക്കുന്നു. അതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തെ ഇന്ന് ബെറ്റ്സാലേൽ സ്മോട്രിച്ച് ഒരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റിനകത്ത് ബെറ്റ്സാലേൽ സ്മോട്രിച്ച് പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇമിഗ്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, യുദ്ധമുഖത്തിൽ കിടക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യവും കൂടി ഞങ്ങൾ കണക്കിലെടുത്തുണ്ടാ. കാരണം യുദ്ധം എന്ത് ചെയ്യും, 1 വർഷമോ 2 വർഷമോ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പലസ്തീനിൽ കിടക്കുന്ന ഈ റാഫ അതിർത്തിയിൽ കിടക്കുന്ന പലസ്തീനികൾ എന്ന് പറയുന്ന ജനത ആ 2 വർഷക്കാലവും കഷ്ടത അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇമിഗ്രേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ലോകരാജ്യങ്ങൾക്കുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലോകരാജ്യങ്ങൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, ഇവരെ അടിമയാക്കി അവിടെ ഇട്ടിട്ട് അവരെ നമ്മൾ ഈ വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്, വലിയ സ്രാവിനെയും അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു മീനുകളെ ഇരയാക്കി ഇട്ട് കൊടുക്കുന്നത് പോലെ ഈ ലോകരാജ്യങ്ങളും ഇലുമിനാറ്റുകളും ഈ സൈത്താനിക, അതായത് പിശാചിന്റെ സാത്താൻ സഭയും ഈ ഇസ്ലാമിക ഹാലിഫേറ്റും ഒക്കെ കൂടി ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ പലസ്തീനിലുള്ള ആളുകളെ എന്ത് ചെയ്യുകയാണ്, അതായത് തീനികളെപ്പോലെ, ശവന്തീനികളെപ്പോലെ, ഇരകളെപ്പോലെ വലിച്ചിട്ടിട്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ലക്ഷ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലാണ് ഈ ലോകത്തിന് മുഴുവൻ്റെയും ലക്ഷ്യം. ഈ ലോകം മുഴുവൻ നോട്ടമിട്ട് വെച്ചിരിക്കുന്നതും ഇലുമിനാറ്റുകൾ നോട്ടമിട്ട് വെച്ചിരിക്കുന്നതും ഈ ഇസ്ലാമിക ഹാലിഫേറ്റ് നോട്ടമിട്ട് വെച്ചിരിക്കുന്നതും ഈ യഹൂദന്മാരെയാണ്, ഇസ്രായേലിനെയാണ് നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ ഇടയാക്കിയിടുകയാണ്. ചേട്ടാ, ലോകരാജ്യങ്ങളൊക്കെ നീയെല്ലാം കരഞ്ഞു മെഴുകുകയല്ലേ, നീയെല്ലാം കരഞ്ഞു മെഴുകില്ലയോ, പലസ്തീന്റെ കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നേ, പലസ്തീനിൽ ആഹാരമില്ലേ, വെള്ളമില്ലേ, വസ്ത്രമില്ലേ, ഇന്ധനമില്ലേ എന്നൊക്കെ കരയുമ്പോഴത്തേക്കും അവരെ രക്ഷപ്പെടുത്താനും അവരെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ 2 കൈ നീട്ടിയിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതല്ലേ? അതല്ലേ ചെയ്യേണ്ട ലോകരാജ്യങ്ങൾ. പക്ഷെ മനഃപൂർവ്വം വിടാതെ അവരെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേശ്ശെ ആൾക്കാർ പോകുന്നുണ്ട്. ഈ പോകുന്നവരോടെല്ലാം അതാ പറഞ്ഞത്, അമ്മയ്ക്ക് പ്രസവവേദന എന്ന് പറയുമ്പോൾ മകക്ക് വീണവായന എന്നൊരു ചൊല്ലുണ്ട്, മനസ്സിലായോ? പുര കത്തുമ്പോൾ വാഴ വെട്ടു എന്ന് പറഞ്ഞ കണക്ക് റാഫ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഓരോ പലസ്തീൻ ജനതയും റാഫ അതിർത്തിയുടെ ബോർഡർ കടത്തി വിട്ടിട്ട് അവരെ വേറൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം അവിടെ കിടക്കുന്ന ഈജിപ്തിലുള്ളവന്മാരും ഇസ്രായേലിൽ ഗാസയിൽ കിടക്കുന്നവന്മാരും എന്ത് ചെയ്യുകയാണ്, വാളണ്ടിയറായിട്ട് നിൽക്കുന്നവന്മാരെല്ലാം നല്ല ഡോളറുകൾ എണ്ണി മേടിക്കുക ഈ പാവത്തങ്ങളെ, അവരെ പിഴിയുക. മനസ്സിലായോ? പുരകെത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ അവരുടെ കയ്യിൽ നിന്ന്
ഡോളറുകൾ എണ്ണി മേടിച്ചിട്ട് അവരെ നാട് കടത്താൻ നോക്കി. ആ സമയത്തും ഇവന്മാർ കച്ചവടം ചെയ്യുക. എല്ലാം പണത്തിന് നോക്കി എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇന്ന് ബെറ്റ്സാലൽ സ്മോട്രിച്ച് ഇത് വ്യക്തമാക്കി പറഞ്ഞു എന്തുകൊണ്ട് ഈ ലോകരാജ്യങ്ങൾ ഇത് അനുവദിക്കുന്നില്ല, എന്തുകൊണ്ട് ഇവർ ഈ പലസ്തീൻ ജനതയെ ചൊല്ലി കരയുന്നവരാരും തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കുന്നില്ല, ഇതൊരു അജണ്ടയാണ്. എന്നിട്ട് ഏറ്റവും താഴെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങളിത് വിജയത്തിൽ മുന്നിട്ട് നിൽക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഒപ്പം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ജയിച്ചു മുന്നേറുമെന്ന ഈ ബെറ്റ്സാലൽ സ്മോട്രിച്ച് എഴുതിയ അവസാനത്തെ വാചകം എന്ന് പറയുന്നത്. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ഗിദെയോൻ പറഞ്ഞതുപോലെ, അതായത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത്തോളം കാലം ഞങ്ങൾ വിജയത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ബെറ്റ്സാലൽ സ്മോട്രിച്ച് അത് എഴുതിയപ്പോൾ എൻ്റെ ഹൃദയം എത്രത്തോളം സന്തോഷിച്ചു എന്നുള്ളത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല പ്രിയ സഹോദരങ്ങളെ. അഭയാർത്ഥികളെ സ്വീകരിച്ചവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെ സ്വീകരിച്ച അറബ് രാജ്യങ്ങൾ സ്വീകരിക്കാവല്ലോ. എന്തിനാ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ തിരക്കി പോകുന്ന അഭയാർത്ഥികളൊക്കെ? തൊട്ടടുത്ത് കിടക്കാൻ ലെബനൻ കിടക്കുന്നു, സിറിയ കിടക്കുന്നു, അവിടെ കിടക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഗാസ എന്ന് പറയുന്ന ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്രമാത്രം ആയുധങ്ങൾ എവിടുന്ന് കിട്ടി? അവർക്ക് ഇത്രമാത്രം ആയുധങ്ങൾ എവിടുന്ന് കിട്ടി? അവിടെ ഈജിപ്തിൽ നിന്നുമാണ് ഈ ആയുധം അകത്തോട്ട് കടത്തിയത്, അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല ഈ ആയുധം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈജിപ്തിൽ വന്നിറങ്ങിയിട്ട് ഈജിപ്ത് അണ്ടർഗ്രൗണ്ട് വഴിക്ക് വലിയ കാട്ട്, അതായത് ഈജിപ്ത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള കളിയായി കളി നടക്കുന്നത്. ഈ പലസ്തീനികളെ തീവ്രവാദികളെ, ഹമാസ് തീവ്രവാദികളെ വളർത്തിയെടുത്തത് ഈജിപ്റ്റാണ്. ഈജിപ്തും ലെബനും സിറിയയും ഇവന്മാരെല്ലാം കൂടി ചേർന്ന് വളർത്തിയെടുക്കുകയാണ്. കാരണം ഏറ്റവും വേഗത്തിൽ അടുത്ത് കിടന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇസ്രായേലിന്റെ എന്താ പറയുന്ന പലസ്തീനികൾക്ക്, ഈ ഗാസയിലുള്ളവർക്ക്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈജിപ്ത് എന്ത് ചെയ്തത്, ഈ ആയുധങ്ങൾ കടത്തിക്കൊടുത്തത്. ഈജിപ്ത് വഴിക്ക് ഈ ആയുധം വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇവർക്ക് ആയുധം വരാൻ. അപ്പൊ എത്രമാത്രം ആയുധം കൊടുത്തിരിക്കുന്നു നോക്കി യുദ്ധത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം അവരെ സ്വീകരിക്കാൻ അങ്ങ് പേടി. പലസ്തീനികളെ ഞങ്ങൾക്ക് പേടിയാണ് സ്വീകരിക്കാനായിട്ട്. കാരണം പലസ്തീനികളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും ഇവന്മാർക്ക്. ഈ ഇരയായിട്ട് മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ, ഇവറ്റുങ്ങളാണല്ലോ ഇര. ഇവന്മാർക്ക് യുദ്ധം ചെയ്യാനും മുൻപിൽ നിർത്തിയിട്ടാണ് ബോംബാക്കി നിർത്തിയിട്ട് ചാവേർ ബോംബായിട്ട് നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഇരകളാണല്ലോ. അവറ്റുങ്ങളെയൊക്കെ അഭയാർത്ഥികളായി നാട് കടത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇരകളെ വെച്ച് ഇനി വേട്ടയാടാൻ പറ്റത്തില്ലല്ലോ. ആ വിഷമമായമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ, ലോകം പോകുന്ന പോക്ക് അപകടത്തിലേക്കാണ്. വലിയ വലിയ അജണ്ടകൾ ലോകത്തിൽ നടപ്പാക്കപ്പെടാൻ പോവുകയാണ്. ഈ യുദ്ധങ്ങളെല്ലാം എന്ന് പറയുന്നതെല്ലാം മുൻപേ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ഇവന്മാർ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? 1995 തന്നെ ഇലുമിനാറ്റുകൾ കാർഡ് ഇറക്കിയപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇലുമിനാറ്റുകൾ കാർഡിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ ഡിസാസ്റ്ററും സുനാമിയും അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ ജപ്പാനിൽ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അവന്മാർ രേഖപ്പെടുത്തി വെച്ചു 1995 ഈ കാർഡ് ഇറക്കിയ സമയത്ത്. അത് പിന്നീട് സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇത് സംഭവിക്കും എന്നുള്ളതുകൊണ്ടും അതെങ്ങനെ സംഭവിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഐഡിയ ഉള്ളത് കൊണ്ടാണ് മുന്നമേ പറയുന്നത് ഇങ്ങനെയാണ്. അതുപോലെ സിംപ്സൺ എന്ന് പറയുന്ന ഒരു കാർട്ടൂണുണ്ട്, അമേരിക്കയിൽ നടത്തുന്ന ഒരു ചാനലിലുള്ള കാർട്ടൂണാണ്. അതിനകത്ത് പറയുന്ന മിക്ക കാര്യങ്ങളും വരാൻ പോകുന്ന അജണ്ടകളെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഈ സിംപ്സൺ എന്ന് പറയുന്ന കാർട്ടൂൺ തന്നെ. അത് ജസ്റ്റ് കയറി നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്യും, നിങ്ങളും അന്വേഷിക്കുക ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളും ലോകത്തെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യും, ഈ ലോകത്തിൽ നടക്കുന്ന അജണ്ടകൾ നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണരുമ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. ഈ അജണ്ടയിൽ നിന്നും രക്ഷപ്പെടാൻ എന്താ വഴി എന്നുള്ളത് ചിന്തിക്കും. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ, ദൈവകൃപയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുക. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാണ് ആവശ്യം. നിങ്ങളുടെ സഹിഷ്ണുതയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വിശ്വാസമാണ് പരമപ്രധാനം. കൈവിടപ്പെട്ടു പോയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് തൊണ്ട കീറി നോഹ അന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തൊണ്ടകീറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ
വരാൻ പോകുന്നത് ഇന്ന് നിസ്സാരമായിരിക്കും. ഇന്ന് റീന പറയുന്നത് വെറും എന്താ പറയുക ഭോഷത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിസ്സാരമെന്ന് പുല്ലുവില കൽപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പറയുന്ന പാസ്റ്റർമാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ പറഞ്ഞു തന്നതൊക്കെയായിരിക്കും സത്യമെന്ന് വിചാരിച്ചിട്ട് ഇവള് പൊട്ടത്തരം വിളിച്ചു പറയുന്നു എന്നൊക്കെയായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ ഓർക്കുമ്പോഴാണ് ടെൻഷൻ അടിക്കുന്നത്. കാരണം മനസാക്ഷിയുള്ള ഹൃദയമായി പോയല്ലോ. മരവിച്ച ഈ എന്തു പറയുന്ന സോംബികളെ പോലുള്ള അവസ്ഥയല്ലല്ലോ. ഈ കർത്താവ് മനുഷ്യൻ ചിന്നിയവരും ചിതറിയവരുമായി നിൽക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞ കണക്ക് ഈ ജനം മുഴുവനും പോകാൻ പോകുന്ന അപകടം, പിന്നീട് ഇവർ കയ്യും കാലും ഇട്ട് അടിച്ചു കിടന്ന് കരയാൻ പോകുന്ന കരച്ചില്, അയ്യോ ഇവർക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരാൻ പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകം നിങ്ങൾക്ക് പട്ടിക്ക് എല്ലും കഷ്ണം തരുന്നത് പോലെ ലോകം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് അതിലും ഇതിലുമെല്ലാം സന്തോഷവും ആനന്ദവും വാരിക്കോരി തരികയായിരുന്നു നേതാക്കന്മാരെന്ന് ഉദ്ദേശിച്ചത് ഈ ലോകത്തിന്റെ അജണ്ടകൾ നടപ്പാക്കാനിരിക്കുന്ന ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ലൊട്ടിലൊടുക്ക് നിങ്ങളുടെ സമൂഹത്തിൽ കിടക്കുന്ന നേതാക്കന്മാരെയല്ല പറഞ്ഞത്. ഈ ലോകത്തിന്റെ അജണ്ടകൾ നടപ്പാക്കാനിരിക്കുന്ന ഉന്നതന്മാരെ കുറിച്ചാണ്. ഇലുമിനാറ്റുകളുടെ തലപ്പത്തിരിക്കുന്നവന്മാര് ഇന്ന് നിങ്ങൾക്ക് വാരിക്കോരി തരിക. സന്തോഷം, ആനന്ദം, തൃപ്തി, ചിരി, കളി, ബഹളം, തീറ്റയ്ക്ക് തീറ്റ, ഫുഡിന് ഫുഡ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് കയറിയിട്ട് ആനന്ദിക്കുന്നു, അർമാദിക്കുന്നു, ഉല്ലസിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അങ്ങ് മയക്കി അങ്ങ് ഇട്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ ആടിനെ ഇറക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ അതിന് ഭക്ഷണം കൊടുത്ത് ചെയ്യുന്നത് പോലെ നിങ്ങളെയൊക്കെ കൊണ്ടുപോയി ഇനി വരുത്തിക്കാൻ പോകുന്ന ഞാനിത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാനിത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തലച്ചോറിനകത്ത് കയറത്തില്ല പ്രിയ സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. വെർച്വൽ റിയാലിറ്റിയിൽ ഒരു പെൺകുട്ടിയെ 6 പേര് കൂടി ചേർന്ന് ബലാത്സംഗം ചെയ്തു. എവിടെയാ ബലാത്സംഗം ചെയ്തത്? വെർച്വൽ റിയാലിറ്റിയിൽ കയറി മെറ്റാവേഴ്സിൽ വെർച്വൽ റിയാലിറ്റിയിലാണ് ബലാത്സംഗം ചെയ്തത്. അതിന് പോലീസ് കേസെടുത്തിരിക്കും. ആരെ കൊണ്ടുപോയി പ്രതിയാക്കും? ഈ വെർച്വൽ റിയാലിറ്റിയിൽ പോയി 6 പേരെ പോയി പിടിച്ചോണ്ട് വരുമോ? വെർച്വൽ റിയാലിറ്റിയിൽ റേപ്പ് ചെയ്തിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ട് വാർത്ത ഇങ്ങനെ ലോകത്തിലേക്ക് പ്രചരിപ്പിച്ചെന്നറിയാമോ? ആളുകളിലേക്ക് ഈ പരസ്യം സ്പ്രെഡ് ചെയ്യുകയാണ്. അതായത് വെർച്വൽ റിയാലിറ്റിയെ കുറിച്ച് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് ഇവന്മാർ സ്പ്രെഡ് ചെയ്യിപ്പിച്ചത്. ഇങ്ങനെ വെർച്വൽ റിയാലിറ്റിയിൽ 16 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു 6 പേര് കൂടി ചേർന്ന്. അത് വെർച്വൽ റിയാലിറ്റിയിലല്ലേ ബലാത്സംഗം ചെയ്തത്, നേരിട്ടല്ലല്ലോ ബലാത്സംഗം ചെയ്തത്. അപ്പോൾ അത് വാർത്തയായി ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലേക്ക് എത്തിക്കുകയാണ്. ഒരു കാര്യം അറിയാതിരിക്കുന്നവൻ്റെ നെഗറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അത് കേൾക്കാൻ അവന് ഇൻട്രസ്റ്റ് കൂടുതൽ. പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഇൻട്രസ്റ്റ്. ഇപ്പം മെറ്റാവേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകൾ എന്ത് ചെയ്യും? അത് യൂട്യൂബിലും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, മെറ്റാവേഴ്സിൽ കയറി ഒരു 16 വയസ്സുകാരി 6 പേര് കൂടി ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറ്റുമോ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തിട്ട് ആളുകളെ ഇതിനകത്തോട്ട് ആകർഷിക്കാനായിട്ടുള്ള പദ്ധതിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മെറ്റ എന്ന് പറഞ്ഞാൽ തന്നെ മരണം. അയ്യോ, 4-ാം മുദ്ര പൊട്ടിക്കപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ. അവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊല്ലുവാൻ അധികാരം ലഭിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധികൾ കൊണ്ട് അധികാരം കൊല്ലുവാൻ അതല്ലേ സംഭവിച്ചത്? ഇപ്പൊ പകർച്ചവ്യാധികൾ കൊണ്ട് എത്ര എണ്ണം കൊന്നൊടിക്കപ്പെട്ടു? ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന ടെററിസത്തെ കൊണ്ട് കൊന്നില്ലേ? ക്ഷാമത്താൽ എത്രയെണ്ണങ്ങൾ കൂട്ടം മരണം സംഭവിക്കുന്നറിയാമോ? ഇതൊന്നും പുറം ലോകം പറയാത്തോണ്ടാ. ഈ ക്ഷാമം പിടിച്ചു കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഇവന്മാർ പറയും, സൊമാലിയ ഇന്ന രാജ്യത്തിൽ ക്ഷാമമാണ്, ഇന്ന രാജ്യത്തിൽ ക്ഷാമമാണെന്നൊക്കെ പറയും. ഈ ക്ഷാമം പിടിച്ച രാജ്യങ്ങൾക്കെല്ലാം ഈ ഈ ശതകോടീശ്വരന്മാരുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ വിഹിതം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്താൽ മതി? ആ ഫണ്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും? വിളവെടുപ്പ് നടത്താൻ പറ്റും. അവരെ പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ ജനതയെ. പക്ഷെ ചെയ്യത്തില്ല. കാരണം ഇവരുടെ അജണ്ട നടപ്പാക്കപ്പെടെങ്കിൽ ക്ഷാമം അതുപോലെ തന്നെ വേണം. ഇവരുടെ അജണ്ട നടപ്പാക്കപ്പെടണമെങ്കിൽ പട്ടിണി അതുപോലെ തന്നെ വേണം. ഇവരുടെ അജണ്ട നടപ്പാക്കപ്പെടണമെങ്കിൽ രോഗം അതുപോലെ തന്നെ വേണം. തീവ്രവാദത്തെ ഇവർക്കൊക്കെ തുടച്ചു നീക്കാൻ പറ്റത്തില്ലേ? അമേരിക്ക വിചാരിച്ച തീവ്രവാദികളെ കൊന്നൊടുക്കാൻ പറ്റത്തില്ലേ? തുടച്ചു നീക്കാൻ പറ്റത്തില്ലേ? പക്ഷെ തീവ്രവാദം വേണം.
ഇവരുടെ അജണ്ട നടപ്പാക്കണമെങ്കിൽ തീവ്രവാദം വേണം. അങ്ങനെ ഇവരുടെ അജണ്ടകൾ നടപ്പാക്കണമെങ്കിൽ എന്തെല്ലാം വേണമോ അതെല്ലാം ഇവർ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, കേട്ട് ബുദ്ധിയുള്ളവൻ തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ, അന്ത്യകാലം അടുത്തിരിക്കുന്നു. പള്ളിയിൽ പോയി ഇനി പ്രാർത്ഥിക്കുന്നതൊക്കെ നിർത്തും. നിങ്ങൾ കൂട്ടമായിട്ട് ആക്രമിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ കൂട്ടമായിട്ട് ഇവന്റെ അജണ്ടയിൽ പോയി വീണു കൊടുക്കും. ഈ പള്ളിയിലും പട്ടക്കാരുടെ കൂടെ നിങ്ങൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പാസ്റ്റർമാരുടെ കൂടെ പോയി കിടന്ന് ശമ്പാവാട റീവലവാട പറയുന്നതൊക്കെ നിർത്തും. നിങ്ങൾ വീടുകളിൽ അഭയം പ്രാപിക്കും കർത്താവ്. അതുകൊണ്ടാണ് ഇതൊക്കെ മുന്നമേ കണ്ടതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പോയിരുന്നു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കും. ഞാനിന്ന് പറയുമ്പോൾ പുച്ഛിച്ച് ചിരിക്കുന്നവർ ഒരു ഭാഗത്ത് കാണുമായിരിക്കും, നിസാരപ്പെടുത്തി കളയുന്നവർ ഒരു കാര്യം ഭാഗത്ത് കാണുമായിരിക്കും. പക്ഷെ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ജനമേ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇത്ര വലിയ രക്ഷയെ ദൈവം നിങ്ങൾക്ക് തന്നിട്ട് അതിനൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗരിക്കുവാൻ തക്കവണ്ണം ഈ മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെ അവഗണിച്ചു പോകുന്നവരുടെ എല്ലാം അവസ്ഥ എന്തായിത്തീരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കർത്താവ് നോഹയോട് പറഞ്ഞു, പോയി പ്രസംഗിക്കാൻ പറഞ്ഞു, കയറി രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടെ. 120 വർഷക്കാലം നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നേ, ഒരു വലിയ ജലപ്രളയം വരാൻ പോകുന്നേ, രക്ഷപ്പെടാനുള്ളവർ എൻ്റെ ഒപ്പം കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോഴത്തേക്കും ഒരുത്തനും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം ജലപ്രളയം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദൈവം എന്ത് ചെയ്തു, പെട്ടകത്തിൽ എല്ലാ അണത്തിനെയും കയറ്റിയിട്ട് എന്ത് ചെയ്തു, കർത്താവ് അങ്ങ് വാതിലടച്ചു കളഞ്ഞു. എന്തിനാ കർത്താവ് വാതിലടച്ചു കളഞ്ഞേ? ഈ കിടന്ന വെള്ളപ്പൊക്കത്തിൽ കിടന്നിട്ട്, അയ്യോ നോകച്ചേട്ടാ, അങ്കിളെ ആൻറ്റി തുറക്കാൻറ്റി, നാത്തൂനെ തുറക്ക് നാത്തൂനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കത്തിന്റെ പുറകെ കിടന്ന് ഇവന്മാര് ബഹളം വെച്ചു കഴിഞ്ഞാൽ നോഹ ചിലപ്പോൾ മനസ്സലിവ് കാണിച്ച് എന്ത് ചെയ്യും, തുറന്നു കൊടുത്താലോ പെട്ടകത്തിന്റെ വാതില്. അതുകൊണ്ടാണ് കർത്താവ് കയറി എന്ത് ചെയ്തത്, വാതിലടച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, അങ്ങ് തുറന്നാൽ അടയ്ക്കുവതാര്, അങ്ങടച്ചാൽ അത് തുറക്കുവതാര്. ദാവീദിന്റെ താക്കോലും വേരുമായവൻ. കർത്താവ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, കർത്താവ് തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ കർത്താവ് ഒരു വാതിൽ ഇപ്പോൾ തുറക്കാനിരിക്കുകയാണ്. നിങ്ങൾക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു വാതിൽ കർത്താവ് തുറക്കാനിരിക്കുകയാണ്. ആ വാതിലാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാതില്, രക്ഷയുടെ വാതില്, കൃപയുടെ വാതില് തുറന്നു വെച്ചിരിക്കുക. അതായത് അധർമ്മം പെരുകുന്തോറും ദൈവകൃപ പെരുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവസരം കർത്താവ് കൂടുതൽ തന്നുകൊണ്ടിരിക്കുക. ഈ അധർമ്മം പെരുകുന്തോറും, മനസ്സിലായോ? നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരവും കൂടി കർത്താവ് ഇങ്ങനെ കൂടുതൽ തന്നുകൊണ്ടിരിക്കുക. കാരണം അധർമ്മം അത്രത്തോളം എന്ത് ചെയ്യുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സമൂഹം നിങ്ങളൊന്ന് കാണു സഹോദരങ്ങളെ, നിങ്ങൾ കാണ്. അത്രത്തോളം അധർമ്മം പെരുകയല്ലേ ഇന്ന് കൈവെള്ളയിൽ ഒരു ഫോൺ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ഇതിലൂടെ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളും, പെണ്ണുങ്ങൾക്ക് ഇന്നാണെങ്കിൽ എന്തെല്ലാം മ്ലേച്ഛത കാണിക്കാൻ പറ്റുമോ അതിനുവേണ്ടി നടക്കുകയാണ്. അതായത് സ്ത്രീകളെന്ന് പറയുന്നവന്മാരെ സെക്സ് ടോയാക്കി മാറ്റിക്കളഞ്ഞു ഈ മീഡിയകൾ. ഈ സിനിമാ മേഖല അതായിട്ട് അതിന് പ്രയോഗിച്ചു ഈ സാത്താൻ ഈ സിനിമാ മേഖലയെ അതിനായിട്ടെടുത്ത് ഉപയോഗിച്ചു. സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ വയറ് കാണിക്കുകയും തുട കാണിക്കുകയും അങ്ങനെ സെക്സിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാണിച്ചു കൊടുത്ത് അവർക്ക് വേറെ റോളില്ല. സ്ത്രീകൾ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾക്ക് എത്രയോ സ്ത്രീകൾ ഭൂമുഖത്ത് ജീവിക്കുന്നു. എല്ലാവരും സെക്സിലാണോ ജീവിക്കുന്നത്? എത്ര നല്ല ബോൾഡായ ക്യാരക്ടറുള്ള സ്ത്രീകളുണ്ട്. അവരെ ഒന്നുമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെയോ പണത്തിനു വേണ്ടിയിട്ട് ഈ സെക്സ് കഥാപാത്രങ്ങളായ സ്ത്രീകളെ പ്രോത്സാഹിച്ചപ്പോൾ ഇന്ന് എല്ലാ സ്ത്രീകൾക്കും വസ്ത്രം ഉരിക്കളഞ്ഞിട്ട് നൃത്തം ചെയ്യുന്നതിലാണ് താല്പര്യം. അങ്ങനെ മനുഷ്യനെ ആകർഷിക്കുകയാണ്. അങ്ങനെ എന്ത് പറയുന്നത്, പാപം ചെയ്യാൻ കൂടുതൽ പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടര്. ഇന്ന് സത്യം വിളിച്ചു പറയുന്ന ചാനലുകൾ, അതായത് നേരാവണ്ണം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും ഒരുത്തനുമില്ല. പക്ഷെ വയറ് കാണിച്ചുകൊണ്ടൊരു തമ്പ് നെയിലും കൊടുത്തു നോക്കിക്കഴിഞ്ഞേ ലക്ഷക്കണക്ക് മില്യൺ കണക്ക് ആളുകൾ പോയിട്ടാണ് അത് പോയി കാണുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുന്നത്. ലൈക്ക് വരെ കൊടുക്കുന്നുണ്ടെന്നാണ്. ജസ്റ്റ് വയറൊന്ന് കാണിച്ചുകൊണ്ട് തമ്പ് നെയിലിട്ടാൽ പോലും, അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ പോലും ആ തമ്പ് നെയിലിന് പോലും ആളുകൾ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട്
ലൈക്ക് അടിച്ചു കൊടുക്കും. അത്രത്തോളം മനുഷ്യൻ ക്രേസിയായി മാറി, അത്രത്തോളം മനുഷ്യൻ്റെ ബോധം മനസ്സ് നഷ്ടപ്പെട്ടു പോയിട്ട് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് തെറ്റിനെ മാത്രം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും ക്രൈം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്യുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിന് മടിയില്ലാത്ത നരാധമന്മാര്. അപ്പോൾ ഇങ്ങനെ ക്രൈം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ട്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയേ. നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അതേ പ്രായത്തിലുള്ള ആൺപിള്ളേരെ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് അവന്മാരുമായിട്ട് ഡേറ്റിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പെൺപിള്ളേരെന്ന് പറയുന്നത് 3-4 പുരുഷന്മാരുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒരു രസമെന്നാണ് പറയുന്നത്. എല്ലാം അനുഭവിക്കണ്ടേ ഞങ്ങൾ? അങ്ങനെയൊക്കെയാ പറഞ്ഞു പഠിക്കുന്നത്. ഞങ്ങളിതെല്ലാം അനുഭവിക്കണ്ടേ? ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ഫ്രീഡം അനുഭവിക്കണ്ടേ എന്നാണ് പറയുന്നത്. പണ്ട് അടക്കവും ഒതുക്കവും അച്ചടക്കത്തോടെയും ജീവിച്ച പെൺകുട്ടികളെല്ലാം തന്നെ ഇന്ന് അതായത് എന്താ പറയുക മലയാളത്തില്, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള പേരില് സകല തോന്നിയവാസവും തെമ്മാടിത്തരവും കാണിക്കാനുള്ള ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കുകയാണ്. അതിനെയൊക്കെയാണ് ഈ സാംസ്കാരിക നായകൾ എന്ന് പറയുന്ന കുറെ നായകളെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നത്, കുരയ്ക്കുന്നതും. ഇതിനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ സമത്വം, അതായത് നാട് വളരുന്നതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വളരണമെന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ കൾച്ചർ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ ഗവൺമെന്റ് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് സുപ്രീം കോടതി പോലും ആ നിയമത്തെ ശരിവെച്ച് എന്തു വൃത്തികേടുകളും തോന്നിയവാസവും കാണിച്ചുകൊണ്ട് സെക്സിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്ത് കളഞ്ഞു. ഈ സെക്സ് എന്ന് പറയുന്ന ചിന്താഗതിയിൽ മുഴുകിക്കിടക്കുന്ന ഒരു സമൂഹത്തെ അങ്ങ് വാർത്തെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ, മൂല്യബോധമുള്ള ചിന്തകൾക്കെല്ലാം പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് പാർക്കിലും അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് എന്ത് ചെയ്യാം, കിസ് അടിക്കാം, കെട്ടിപ്പിടിക്കാം, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് പണ്ട് വളരുന്ന തലമുറയിൽ അപ്പം ഇവർക്ക് എന്താണ് വേണ്ടത്? ഈ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള പേരിൽ ഈ ലോകം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ലോകം ഉദ്ദേശിക്കുന്നത് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സന്തോഷം കണ്ടെത്തുവാൻ അവരെ അനുവദിക്കണം. അവർക്ക് ഫ്രീ ആയിട്ട്, പണ്ട് മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത സ്ത്രീകളായിരുന്നു. കാരണം അവർക്ക് അവരുടെ ശരീരത്തോടുള്ള റെസ്പെക്റ്റ്, എൻ്റെ ശരീരവും എനിക്ക് റെസ്പെക്റ്റോടു കൂടി കൊണ്ടു നടക്കാനുള്ളതാണ്. അല്ലാതെ വലിയ ഉന്നതന്മാർക്കും വലിയ ആളുകൾക്കും മാത്രം കൊണ്ടു നടക്കാനുള്ളതല്ല. എൻ്റെ ശരീരം റെസ്പെക്റ്റോടു കൂടി കൊണ്ടു നടക്കാനുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടെ മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം കഴിച്ച് നങ്ങേലി സ്വന്തം വെട്ടിക്കളഞ്ഞിട്ടാണ് ആ പോരാട്ടത്തിൽ നങ്ങേലി ജനങ്ങൾക്ക് മറയ്ക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്, ആ പോരാട്ടത്തിൽ വിജയം കൈവരിച്ചത്. പക്ഷെ ഇന്ന് തുറന്നിട്ട് നടക്കാനുള്ള ഫ്രീഡം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ രംഗത്തിറങ്ങിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന എന്തിനാണ്? ഇത് സെക്സിൽ ആളുകളെ വലയം ചെയ്യുകയാണ്. ലോകത്തിൽ അവരുടെ തലച്ചോറിനകത്ത് വെറും സെക്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനേക്ക് ഈ ലോക ജനതയെ ഒതുക്കി കൊണ്ടുപോവുകയാണ്. ഇതൊരു പൈശാചിക വീഴ്ചയാണ് പ്രിയ സഹോദരങ്ങളെ. ഇതൊരു സാത്താൻ ആരാധനയുമായി ബന്ധപ്പെടുത്തിയുള്ള പൈശാചിക വീഴ്ചയിലാണ് ഈ ലോകം പോകുന്നത്. ഇസ്ലാം സമൂഹത്തിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ പൊതിഞ്ഞു കെട്ടിയും മൂടിക്കെട്ടിയൊക്കെ അവരെ കൊണ്ടുപോകുന്നെങ്കിലും അവരുടെ സമൂഹത്തെ, പക്ഷെ അവരുടെ യഥാർത്ഥ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് സ്വർഗം എന്ന വേശ്യാലയത്തിൽ തിരക്കിയുള്ള പോക്കാണ് ഇസ്ലാമിന്റെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവനും എന്ത് ചെയ്യുകയാണ്? പാപത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അധർമ്മം, വയലൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ് നോഹയുടെ കാലഘട്ടം പോലെ ആയിരിക്കും ആ മനുഷ്യപുത്രന്റെ വരവിന്റെ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് നോഹയുടെ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ലോകയുടെ കാലഘട്ടത്തിൽ അതിക്രമം പെരുകി, വയലൻസ് പെരുകി. ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഹമാസ് ലോകത്തിൽ ഉണ്ടായി എന്നാണ്. വയലൻസ് പെരുകി, അതിക്രമം പെരുകി, അക്രമം പെരുകി. അങ്ങനെ പെരുകി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്? ജലപ്രളയം കൊണ്ടുവന്ന് ഭൂമിയെ നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെ ഈ ലോകം പാപത്തിൽ ഇങ്ങനെ പെരുകി, ആണാണിനോടും പെണ്ണിനോടും, പെണ്ണും പണ്ടൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നോ പ്രിയ സഹോദരങ്ങളെ? ആണ് പോയിട്ട് സർജറി ചെയ്ത് പെണ്ണായി മാറുന്നു, പെണ്ണ് പോയി സർജറി ചെയ്ത് ആണായി മാറുന്നു. അതായത് അവർക്ക് ഈ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കാനുള്ള ലൈസൻസ് കൊടുക്കുമ്പോൾ പ്രകൃതി തന്നെ എന്ത് ചെയ്യും? ഇളകി മറിയും.
പ്രകൃതി പോലും രാവിലെ അച്ചടക്കത്തോടു കൂടിയാണ് പ്രകൃതി ഇത്രയും കാലം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മനുഷ്യനേ ഉള്ളൂ അച്ചടക്കമില്ലായ്മയും ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ള അറിവ് ബോധവും ഇല്ലാത്തതും മനുഷ്യർക്കേ ഉള്ളൂ. പക്ഷെ പ്രകൃതി കൃത്യമായി ചെയ്യും. പക്ഷിമൃഗാദികൾ പോലും അവർ അന്ന് ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷിമൃഗാദികൾ രാവിലെ 5 മണിക്ക് എണീക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവറ്റങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ എന്താ പറയുന്ന ഇരയെ അന്വേഷിച്ചു പോകും. വൈകിട്ട് സന്ധ്യയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എന്റെ ജനം അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്ക വൈകിട്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സന്ധ്യയായെന്ന് പറഞ്ഞിട്ട് പക്ഷിമൃഗാദികൾ തിരിച്ചറിയുന്നു. അവർ കൂടണയുന്നു. അവർ രാവിലെ പോയി അന്നം കിട്ടുന്നത് പിറക്കിയെടുക്കുന്നു. അവർ കിട്ടുന്ന അന്നത്തെ കഴിക്കുന്നു. അവരതിൽ തൃപ്തിപ്പെടുന്നു. അവർ നാളേക്ക് വേണ്ടി ശേഖരിക്കുന്നില്ല. അന്നും ഇന്നും പക്ഷിമൃഗാദികൾക്ക് മാറ്റം വന്നിട്ടില്ല. അവറ്റങ്ങൾ തൻ്റെ ഇരയെ കിട്ടുന്ന ഇരയെ വെച്ച് കഴിക്കും. ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അതായത് പട്ടീനെയും പൂച്ചേനെയും എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാണ്? പരീക്ഷണം നടത്തിക്കൊണ്ട് അതിനകത്തൊരു ഹൈബ്രിഡിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിംഹത്തിനെയും ചീറ്റയും എടുത്തു വെച്ചുകൊണ്ട് അതിനകത്തൊരു ഹൈബ്രിഡിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യൻ ഇന്ന് ഏതെല്ലാം തരത്തിൽ ഓരോ ദൈവം ആൺസിംഹത്തിന് പെൺസിംഹത്തെ കൊടുത്തിട്ടുണ്ട്. ആൺകടുവയ്ക്ക് പെൺകടുവയെ കൊടുത്തിട്ടുണ്ട്. ദൈവം എല്ലാത്തിനും ഇണയെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ശാസ്ത്രം എന്നുള്ള പേരിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം ഈ ലോകത്തിലെ പ്രകൃതിയെപ്പോലും വിഴുങ്ങുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിംഹത്തിനെയും കടുവയുടെയും എടുത്തിട്ട് ഇതെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്ലോണിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഹൈബ്രിഡ് ചെയ്തുകൊണ്ടിരിക്കുക. പട്ടീനെയും പൂച്ചേനെയും എടുത്തു വെച്ചുകൊണ്ട്, പന്നിയുടെയും മനുഷ്യന്റെയും എടുത്തു വെച്ചുകൊണ്ട്, ആ കുരങ്ങന്റെയും മനുഷ്യന്റെയും ചേർത്ത് വെച്ചുകൊണ്ട്, ഇങ്ങനെ ലോകത്തിൽ ദൈവം സൃഷ്ടിയിലല്ലാത്തതിനെ, ഒരു വികൃതമായതിനെ, ഈ സിനിമയ്ക്കകത്തെല്ലാം യുവമാർ അവതാറിലെല്ലാം കാണിക്കുന്ന മൃഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ലോകത്തിൽ തന്നെ ഇല്ലാത്തതായിട്ടുള്ള പലതരത്തിലുള്ള ഇഴജാതികളെയും മൃഗങ്ങളെയൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവന്മാരിനി ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് കാണിക്കുക. മനസ്സിലായോ? ദൈവം സൃഷ്ടിച്ചതിനും വിരോധമായിട്ട് അവനൊരു സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം ഭംഗിയുണ്ടായിരുന്നു, കാണുവാൻ നല്ലത് എന്ന് ദൈവം പറഞ്ഞു. നല്ലത് 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 എന്ന് പറഞ്ഞു. പക്ഷെ ഇവനുണ്ടാക്കുന്നത് മുഴുവനും അത് മ്ലേച്ഛമായതും അത് കടിച്ചു കീറുന്നതും അത് എല്ലാവരെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള വൃത്തികേടുകളുള്ള രീതിയിൽ ഹൈബ്രിഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ശാസ്ത്രം വളരുന്നു എന്ന് പറഞ്ഞ് ഒരു കൂട്ടര് ശാസ്ത്രത്തിന്റെ വളർച്ചയെ ഇങ്ങനെ വാനോളം വാഴ്ത്തിപ്പാടുമ്പോഴും അപകടം വലുതാണെന്നുള്ളത് മനസ്സിലാക്കാതെ പോകുകയാണ്. ഇത് തന്നെ നാളെ വിഴുങ്ങൽ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ശാസ്ത്രം നാളെ ഈ സമൂഹത്തെ വിഴുങ്ങി അടിമയാക്കി അവരുടെ കാൽ കീഴിലിട്ടുകൊണ്ട് ശാസ്ത്രം പല്ലളിച്ചിരുന്ന് ചിരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശാസ്ത്രത്തിന്റെ മറവിലിരുന്നു കൊണ്ട് സാത്താൻ ഉച്ചത്തിൽ ചിരിച്ച് ആർത്ത് അട്ടഹസിച്ചിരിക്കും. നിന്നെയൊക്കെ തീറ്റിപ്പിച്ചതും നിന്നെയൊക്കെ കൊഴിപ്പിച്ചതുമൊക്കെ എന്തിനാണെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സാത്താൻ അട്ടഹസിച്ച് ചിരിക്കാൻ പോകുന്ന നാളുകൾ വിദൂരത്തിലല്ല പ്രിയ സഹോദരങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഭയാനകവും ഭീതി നിറഞ്ഞതുമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മെൽവിൻ ജോസഫ് ഗ്രേപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആപ്പിളിനെയും ഗ്രേപ്പിനെയും കൂടി ചേർത്ത് അപ്പോൾ ഷൈനി വർഗീസ്, മനുഷ്യർക്ക് വൃത്തികെട്ട കാഴ്ചപ്പാടുകളും രീതികളുമാണ് സത്യം. അതായത് മനുഷ്യർ ഇന്ന് കണ്ടെത്തുന്ന കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞ ഓക്കെ മെൽവിൻ ജോസഫ്, ഓക്കെ മനസ്സിലായി. ഗ്രേപ്പിള് അതായത് ആപ്പിളിനെയും മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ട് അതിന്റെ രണ്ടിന്റെയും കൂടി ജീൻ എടുത്തു വെച്ചിട്ട് ഒരു ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ അവർ ഭൂമിയിൽ പുതിയ സൃഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവന്റെ രാജ്യമല്ലേ വരാൻ പോകുന്നു. അപ്പൊ അവൻ ഭരിക്കണ്ടേ? അവന്റെ സൃഷ്ടിയെ ഉണ്ടാക്കി വെച്ച് അവൻ ഭരിക്കണ്ടേ? അത് ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യർക്ക് ഇന്ന് വൃത്തികെട്ട കാഴ്ചപ്പാടുകളാണ്. സെക്സിന്റെ മൈൻഡ് മാറിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും പ്രിയ സഹോദരങ്ങളെ.
ഇന്ന് മനുഷ്യ സമൂഹത്തിന്റെ തലച്ചോറുകൾ സെക്സ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് എത്ര പവിത്രമായതാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കാട്ടുവാസികൾ, നിങ്ങൾക്കറിയാലോ, കാട്ടാളന്മാരും കാട്ടുവാസികളും വസ്ത്രമില്ലാതെ ഉരിഞ്ഞിട്ട് നടക്കുന്നതാണ് അവറ്റങ്ങൾക്ക് വസ്ത്രം എന്താണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് പോലും അവരുടെ ഇടയിൽ സദാചാരക്കേടൊന്നുമില്ല. അടുത്തവന്റെ ഭാര്യയുടെ കൂടെ പൊരുത്തം പോയി കിടക്കുന്നൊന്നുമില്ല. അവർക്കറിയാം അത് എന്തിനുള്ളതാണ്. സാധാ മൃഗങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ അവർക്കും അറിയാം ഇത് മക്കളെ പ്രസവിക്കുവാനുള്ളതാണ്, അതിൻ്റെ പവിത്രതയാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ പവിത്രത അവർക്കറിയാം. പക്ഷെ ഇന്ന് ഭാര്യ ഭർത്തൃബന്ധത്തെ ആസ്വദിക്കുന്നു എന്നുള്ള പേരിൽ ഇന്ന് എന്ത് ചെയ്യും, അവൻ്റെ ഭാര്യയെ മറ്റവന് കൊടുത്തിട്ട് പറയും, നീ ഒന്ന് ആസ്വദിച്ചിട്ട് പറയടാ നിന്റെ ഭാര്യയെ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഭാര്യമാരെ ഇന്ന് എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുക, സുഖം കണ്ടെത്തുകയാ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട്. പോരാത്തതിന് ഭാര്യമാരെ കൊടുക്കുക മാത്രമല്ല, പിന്നെയോ ഒരു കട്ടലിൽ 4-5 പേര് കൂടി ഒരുമിച്ച് ഒരു ഭാര്യയും ഭർത്താവും, കൂട്ടുകാരനും ഭാര്യയും, ഇവന്റെ കൂട്ടുകാരനും ഭാര്യയും, അവന്റെ കൂട്ടുകാരനും ഭാര്യയുമായിട്ട് ഒരു വലിയ മുറിക്കകത്ത് 4-5 കട്ടലുകളിൽ കിടന്ന് അങ്ങനെ സന്തോഷിച്ചാൽ എന്ത് സുഖം കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോവുകയാണ്. ഇതാണ് നടക്കുന്ന ലോകത്ത്. ഇങ്ങനെ എത്രത്തോളം മ്ലേച്ഛമായ രീതിയിൽ ഈ സുഖത്തിനു വേണ്ടിയിട്ട് ഈ പിശാചി ഈ ലോകത്തിലുള്ള നിസ്സാര സുഖത്തെ കാണിച്ചു കൊടുത്ത് ജനത്തെ വഞ്ചകന്മാരാക്കി ഇട്ടിരിക്കുന്നു. ലോകമോഹങ്ങളിൽ ഈ ജനം കുടുങ്ങിപ്പോയി കിടക്കുകയാണ്. ഇതിനെ രക്ഷപ്പെടുത്തി എങ്ങനെ കൊണ്ടുവരും? എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, സത്യം അന്വേഷിച്ച് കണ്ടെത്താവുന്നവനല്ലാത്തവന് ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പെന്തക്കോസിൽ കിടക്കുന്നവർ മുഴുവനും ഇതുപോലെ വഞ്ചിക്കപ്പെട്ടു പോകും, ഇതിനൊപ്പം പോകും. കാരണം അതിൻ്റെ അജണ്ടയിൽ പോയി വീഴും അവർ, ഉറപ്പാണ്. ഇതിനകത്ത് മാറ്റം വരാൻ പോണില്ല. അതുപോലെ കത്തോലിക്കയിൽ കിടക്കുന്നതും എല്ലാം ഇതിനകത്ത് പോയി വീഴും. ഈ അജണ്ടയിൽ ഒറ്റ കൂട്ടർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, സത്യവചനത്തെ കൈക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വാതിലടച്ചറയിൽ കിടന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിപ്പിൻ, രഹസ്യത്തിലുള്ള പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കൂ. ആ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയന് വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ അജണ്ടകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ വീണ് കൊടുക്കത്തില്ല, നിങ്ങൾ പിടിച്ചു നിൽക്കും. കാരണം നിങ്ങൾക്ക് ശബത്ത് എന്ന് പറയുന്നൊരു അടയാളമുണ്ട്. ആ ശബത്തിനെയും നിങ്ങൾ ഫോളോ ചെയ്ത് വീടുകളിൽ ശബത്ത് ആചരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ദൈവകൃപയിൽ പിടിച്ചു നിൽക്കും. കാരണം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരുപക്ഷെ നിങ്ങളെ എന്ത് ചെയ്യുമായിരിക്കും, തുറങ്കിൽ കൊണ്ട് അടയ്ക്കുമായിരിക്കും, നിങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരിക്കും, നിങ്ങളെ കൊല്ലുമെന്ന് പറയുമായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ നാട് കടത്തുന്ന കണക്ക് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി തള്ളുമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നല്ലാണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ കവരാൻ ഇവർ ആർക്കും പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള അടയാളത്തെയും കവരുവാൻ ഇവർക്കാർക്കും പറ്റത്തില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷെ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ജനം വഞ്ചിക്കപ്പെട്ടു പോകുന്നത് ഓർക്കുമ്പോൾ ഹൃദയം പൊട്ടുകയാണ്, നീറുകയാണ്. ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. ഈ ജനത്തിന് ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഈ ജനത്തോട് ഞാൻ ഇനി എന്തു പറയാനാണ് പ്രിയ സഹോദരങ്ങളെ? ഇനി എന്തു പറയും? എനിക്ക് വല്ലല്ല. നിങ്ങൾ ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുവിൻ. ഇതെല്ലാം പറയുമ്പോൾ റീനയ്ക്ക് എന്താണ് ലാഭം? നിങ്ങളെല്ലാം എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ കൊണ്ടുവന്നിരുത്തിയിട്ട് എൻ്റെ സഭയ്ക്കകത്ത് കൊട്ടിയും പാടിയും എൻ്റെ വില സ്തോത്ര കാഴ്ചയും പാത്രവും വെച്ച് ഞാൻ നീട്ടുന്നുണ്ടോ? നിങ്ങൾ കൊണ്ടുവന്ന് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് പണം തട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ വെച്ച് വല്ല കച്ചവടവും ചെയ്യുന്നുണ്ടോ ഞാൻ? അതും നിങ്ങളുമായിട്ട് വ്യക്തിപരമായ ബന്ധവും കൂടിക്കൊണ്ട് നിങ്ങളുടെ നിന്ന് വല്ല പൈസയും അടിച്ചു മാറ്റുന്നുണ്ടോ ഞാൻ പറയുന്നു, എൻ്റെ പാട്ടിന് ഞാൻ പോകുന്നു. നിങ്ങളോട് വ്യക്തിപരമായ രീതിയിൽ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അന്ത്യകാലത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? നിങ്ങളോടുള്ള മനസ്സിലവ് ഓർത്തിട്ടാ, കർത്താവിന് നിങ്ങളോടുള്ള കരുണയും സ്നേഹവും ഓർത്തിട്ടാ. ഫലത്തിൽ നിന്നും ഇനിയെങ്കിലും വൃക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് പാകപ്പെടേണ്ട സമയം അടുത്തിരിക്കുന്നു. മനസ്സിനെ പാകപ്പെടുത്തി എടുത്തുകൊള്ളുവിൻ പ്രിയ സഹോദരങ്ങളെ. മരണത്തിന് മുമ്പിൽ ഭയപ്പെടാതെ നിൽക്കുന്നൊരു സമൂഹമായി നിങ്ങൾ മാറണം. കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഏത് തരത്തിൽ എന്തു ചെയ്യും, ഏത് തരത്തിൽ പിശാച് എന്തു ചെയ്യും, വേട്ടയാടാൻ വേണ്ടി വരും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ശരീരം ഒരു കാരണവശാലും ഈ പിശാചിന്റെ അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഡാറ്റകളൊക്കെ ചോദിക്കുമായിരിക്കും. നമ്മുടെ പാസ്പോർട്ടോ, നമ്മുടെ ID കാർഡോ, നമ്മുടെ ആധാർ കാർഡോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല.
പക്ഷേ എന്നാണോ നമ്മളോട് ചോദിക്കുന്നത്, നിന്റെ ശരീരം ഞങ്ങൾ തരുന്ന ഒരു മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം ഞങ്ങൾ അതിനകത്ത് ആ ഐഡിയ ആണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കരുത്. മരണം മുന്നിൽ കണ്ടാൽ പോലും കൊടുക്കരുത് പ്രിയ സഹോദരങ്ങളെ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിനെ പൊളിക്കാനാണ് പിശാചി പാട് മുഴുവനും പെടുന്നത്. ഈ പൊട്ടപ്പാസ്റ്റർമാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണക്കച്ച് ഈ മന്ദബുദ്ധി വിശ്വാസികളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം യെരൂശലേം ദേവാലയം അവിടെ അങ്ങ് പണിയും, ഈ അലക്സ മോസ്ക് അങ്ങ് പൊളിക്കും, അവിടെ 3-ാം യെരൂശലേം ദേവാലയം പണിയും, അതിനകത്ത് യഹൂദന്മാർ ആരാധന തുടങ്ങുന്ന സമയത്ത് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നവൻ അവിടെ കയറി വന്ന് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, AD 600-കളിലേ അതൊക്കെ സംഭവിച്ചു. ആ വചനം 1-ാം മുദ്ര അപ്പോൾ തന്നെ പൊട്ടി. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നും നിങ്ങൾക്ക് ആ യെരൂശലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തള്ളാഹു കുക്കുംബർ, തള്ളാഹു കുക്കുംബർ, തള്ളാഹു ഏക കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിട്ട് മാറിക്കഴിഞ്ഞില്ലേ അവിടെ ഇരുന്നുകൊണ്ട്? അത് അക്ഷരികാർത്ഥത്തിൽ സംഭവിച്ചു. ഇനി ആത്മീകാർത്ഥത്തിൽ സംഭവിക്കാനുണ്ട്. അത് നിങ്ങളുടെ ഹൃദയങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി മൺകൂടാരമായ ഭവനങ്ങളിൽ ദൈവം പണിയുന്നില്ല, മനുഷ്യന്റെ കൈപ്പണിയാനുള്ള ഭവനങ്ങളിൽ ദൈവം ഇനി എന്തില്ല, പാർക്കുന്നില്ല. പിന്നെയോ കർത്താവ് നിങ്ങളുടെ ശരീരമാകുന്നു ദൈവത്തിന്റെ മന്ദിരമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇനിയും പൊട്ട വിശ്വാസി, നിന്റെ പാസ്റ്റർ പൊട്ടം പറഞ്ഞ കണക്കുള്ള ഇനിയും 3-ാമത് യെരൂശലേം ദേവാലയം അവന്മാർ പണിയുമെന്നൊന്നും നിങ്ങൾ മോഹിച്ചിരിക്കരുത്. ഇനിയൊരു പണിയും അവിടെ നടക്കാൻ പോണില്ല. അത് പണിയണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നെങ്കിൽ 1967 അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, പണിയാമായിരുന്നു. അവിടെ ദൈവത്തിന്റെ പദ്ധതി നടത്താമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം അത് ചെയ്യാത്ത എന്താണെന്നറിയാമോ? ഇനി അവിടെ പണി, കാരണം കർത്താവിന് വേണ്ടല്ലോ. അവിടെ പോയിരുന്നിട്ട് ദൈവം നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ മന്ദിരമായി തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇനി മനുഷ്യന്റെ കൈപ്പണിയാൽ ഒരു ആലയം പണിതാലും ദൈവം അവിടെ വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ആലയത്തിന് എന്ത് പ്രയോജനം ഇരിക്കുന്നു? ഈ പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഇനിയും പോയി അവിടെ ആലയം പണിയും. ആരും ഇരിക്കാനാണ് ഈ ആലയം പണിയുന്നത്? ദൈവം ഇരുന്നാലല്ലേ ദൈവത്തിന്റെ ആലയമായിട്ടത് മാറത്തുള്ളൂ. ദൈവത്തിനാണ് ഈ മനുഷ്യന്റെ കൈപ്പണിയാൽ ഇനി പണിയുന്ന ആലയത്തിൽ ദൈവം ഇനി വസിക്കാൻ പോണില്ല. ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ് ദൈവത്തിന്റെ മന്ദിരമായിട്ട്. മനുഷ്യ ഹൃദയങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ദൈവം വസിക്കാൻ പോകുന്നത്. അതിനകത്താണ് ദൈവം വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പൊളിക്കാൻ ഇനി അനുവദിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ മന്ദിരത്തെ പൊളിക്കാനാണ് ഇനി പിശാച് പദ്ധതി ഇടുന്നത്. ഇതറിയാതെ 3-ാം യെരൂശലേം ദേവാലയം കാത്തുകൊണ്ട് അത് പണിയുമെന്ന് കാത്തിരുന്ന വിഡ്ഢികളൊക്കെയാണ് ഈ മനുഷ്യ ശരീരം എന്ന മന്ദിരത്തെ പൊളിച്ചപ്പം പോയി നിന്നു കൊടുത്തത് പൊളിക്കാൻ വേണ്ടി. പൊളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നും വിളിച്ചു പറഞ്ഞപ്പോഴും കേൾക്കാതെ പാച്ചരെ റീന പറഞ്ഞു, പാച്ചരെ ഈ വാക്സിൻ എന്ന് പറയുന്നത് എടുക്കാൻ പാടില്ല, അത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണെന്ന് റീന പറഞ്ഞു. പാച്ചരെ സത്യമാണ് പാച്ചരെ. റീന ഇസബലിന്റെ ആത്മാവുള്ളവളാ, ദുരാത്മാവ് പിടിച്ചവളാ. അവള് പറയുന്നൊന്നും വലിയ കാര്യമൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മുണ്ടിതിന്റെ വാക്സിൻ എടുത്തില്ലേ? നിങ്ങൾ മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുത്തില്ലേ? BCG എടുത്തില്ലേ ജനിച്ചപ്പം? അതുപോലത്തെ ഒരെണ്ണം. ഇതൊന്നും വലിയ കാര്യം നോക്കേണ്ട കാര്യം. നിങ്ങൾ എടുത്തു, കുഴപ്പമൊന്നുമില്ല. നിന്റെ ശരീരത്തെ പൊളിക്കാനാണ് പിശാച് പദ്ധതി തയ്യാറാക്കി അവൻ mRNA വാക്സിൻ എന്ന് പറഞ്ഞ് DNA വാക്സിനും കൊണ്ടുവന്ന് നിന്റെയൊക്കെ ശരീരത്തിനകത്ത് കുത്തിവെച്ചത്. അത് പറഞ്ഞപ്പം അത് തിരിച്ചറിയാതെയുള്ള പൊട്ട മനുഷ്യര് പോയി അതങ്ങ് എടുത്തു കൊടുത്തു. അപ്പോൾ പിശാചിന്റെ പദ്ധതി നിങ്ങളുടെ ശരീരത്തെ പൊളിക്കണം. ഇനി നിങ്ങളുടെ ശരീരമാണ് അവൻ ടാർഗറ്റ് ചെയ്ത് വരുന്നത്. അല്ലാതെ അവിടെ ഇരിക്കുന്ന അക്ഷരാർത്ഥത്തിലിരിക്കുന്ന ഒരു ആലയം പൊളിച്ച് അവിടെ പണിതുകൊണ്ട് കർത്താവ് ഒന്ന് വസിച്ചില്ലെങ്കിൽ പിന്നെ അത് പണിതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പൊട്ടന്മാരെ, വിവരദോഷികളെ, കർത്താവ് ഒന്ന് വസിച്ചാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ആലയം പണിതു എന്നൊക്കെ പറയും, 3-ാം മുദ്ര ആലയം പണിയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കർത്താവിനി മനുഷ്യന്റെ കൈ കൊണ്ട് കർത്താവ് ഒരു ആലയം പണിയുന്നില്ല. ഇനി കർത്താവിന്റെ ആലയം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരും. ഇതോ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരും. ഈ എംബർവൽ ഇമ്മാനുവൽ എന്ന് പറയുന്നൊരു സാത്താൻ സഭയ്ക്കകത്ത് കുറേ എണ്ണങ്ങൾ പോയി കിടപ്പുണ്ട്. ഈ എംബറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന സാത്താൻ സഭയ്ക്കകത്ത് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഇപ്പം അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് പഠിക്കുക. ഇത് നമ്മൾ അവിടെ ചെന്ന് ഈ എംബ്രോമാരുടെ അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സിനിമ സെറ്റ് തന്നെ ഉണ്ട് അവിടെ. ഈ എംബ്രോമാൻ്റെ അവിടെ ആദമുണ്ട്, ഹവ്വയുണ്ട്, നോഹയുണ്ട്, അബ്രഹാമുണ്ട്, മോശയുണ്ട്. ഞാനപ്പോൾ ചിന്തിക്കുവാണേ,
ഇത്രയും മന്ദബുദ്ധികളായ മനുഷ്യ സമൂഹം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക. അതിനകത്ത് എംബ്രൂർ ഇമ്മാനുവലിന്റെ സഭയ്ക്കകത്ത് കിടക്കുന്നവന്മാരെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചർമാരും വക്കീലന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെയാ ഈ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം വെറും കാട്ടുകഴുതകളെക്കാളും കഷ്ടമാണെന്നുള്ളത് സത്യമാണല്ലോ. മനുഷ്യന്റെ ജ്ഞാനം പോഷത്വം എന്ന് ദൈവം പറയുന്നത് ചുമ്മാതെയല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനുഷ്യന്റെ ജ്ഞാനം വെറും പോഷത്വമാണെന്ന് ദൈവം പറഞ്ഞത് ചുമ്മാതെ അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ? അവിടെ ഒരു സിനിമാ സെറ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തില് അബ്രഹാം വന്നിട്ടുണ്ട് അവിടെ, രണ്ടാം ജന്മം എടുത്തിരിക്കുക. എല്ലാവരും രണ്ടാം ജന്മം എടുത്ത് ജീവിക്കുക. കാരണം സ്വർഗമാണ് അവിടെ, അത് സ്വർഗമാണ്. അതുകൊണ്ട് ആദമുണ്ട്, പിന്നെ അവ്വയുണ്ട്, പിന്നെ നോഹയുണ്ട്, പിന്നെ ഹാനോക്കുണ്ട്, അബ്രാമുണ്ട്, ദാവീദുണ്ട്. ഇനി ദാവീദ് എങ്ങാണ്ട് വരാനുണ്ടെന്ന് തോന്നുന്നു. യേശുവും കൂടി ഉണ്ട് കേട്ടോ. യേശു അമേരിക്കയിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കുക. അയ്യോ ഇത് പറയുമ്പോഴും ഇത് വിശ്വസിച്ച് പോകുന്ന മന്ദബുദ്ധികൾ ഉണ്ടെന്ന് ഓർക്കുമ്പം അതിശയം തോന്നുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അതിശയം തോന്നുകയാണ്. മറിയ ഉണ്ട്, യോസഫ് ഉണ്ട്. ഓരോരുത്തരും അവതാരം എടുത്ത് ഞാൻ മറിയാണ്, ഒരുത്തൻ വന്നിട്ട് ഞാൻ യോസഫാണ്, അടുത്തവൻ വന്നിട്ട് ഞാൻ ആദമാണ്, ഹവയാണ്, നോഹയാണ്, അതാണ്, ഇതാണ്, ചപ്പാണ്, ചവറാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ സിനിമാ സെറ്റ് ഇട്ടിരിക്കുന്ന കണക്ക് ഈ എംബ്രൂർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഈ സാത്താൻ സഭയ്ക്കകത്ത് മുഴുവനും ഇങ്ങനെ കുറെ എണ്ണങ്ങൾ കിടക്കുക. യേശു ക്രിസ്തു വന്നെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരെണ്ണമുണ്ട് ട്രിവാൻഡ്രത്ത്, ശ്യാമാദൈവം എന്ന് പറഞ്ഞ് വേറൊരു ദൈവമുണ്ട്. ആ ശ്യാമാദൈവം പറഞ്ഞുകൊണ്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് വൗഹേ എന്ന് പറയുന്ന ദൈവം ജനിച്ചത് കേരളത്തിലാണ് ഇനിയിപ്പം. അപ്പം അവിടവിടങ്ങളിലായിട്ട് ദൈവം ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും അന്ത്യനാളുകളിൽ എഴുന്നേക്കുമെന്ന് പറഞ്ഞ് ദൈവവചനം പറഞ്ഞത് ചുമ്മാതെയാണോ? ഇപ്പം ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതെല്ലാം ദൈവം കാണിച്ചിരിക്കുകയല്ലേ അവസാന നാളുകളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൾട്ടുകളിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ച് പറയാം. ഈ പാച്ചർമാരെയും പുരോഹിതന്മാരെയും ഇവന്മാരെയൊക്കെ വിട്ടോടിയിട്ട് വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനവൻ രക്ഷയെ കണ്ടെത്തിക്കൊണ്ട് അഭയം പ്രാപിച്ച് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നോക്ക്. അയ്യോ, ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുമേ. നിങ്ങൾക്ക് ആരും പിടിച്ചു നിൽക്കാൻ കാണത്തില്ല. പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ദൈവകൃപ പോലും കാണത്തില്ല. കൂട്ടത്തിൽ പെട്ടുപോകും. നിങ്ങൾ കൂട്ടത്തിൽ പെട്ടാൽ വേഗത്തിൽ പെട്ടുപോകും. അതാണ് എൻ്റെ പ്രത്യേകത. ഇനി കൂട്ടത്തിലാണ് ട്രാപ്പ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം പെട്ടുപോകുന്നത് പെട്ടെന്ന്. ഒറ്റയ്ക്കായിരുന്നെങ്കിലും പിടിച്ചിരിക്കാൻ എങ്ങനെയെങ്കിലും പറ്റും. പക്ഷെ ഈ കൂട്ടത്തിലാവുമ്പോഴത്തേക്കും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി അന്ത്യകാലത്ത് ദാഹിച്ചുകൊള്ളുവിൻ, പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിത്യയുഗങ്ങൾ നിങ്ങൾ പോയി നരകവേദന അനുഭവിക്കാൻ. ഇന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായി കാണുന്നവനെ, നിങ്ങൾ നിസ്സാരമായി ഇതിനെ കാണുന്നുവെങ്കിൽ നിത്യയുഗങ്ങൾ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴേ ഉള്ളു കത്തുകയാ. നിസ്സാരം. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാ പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുന്ന വിഡ്ഢികളെ, ഈ മണ്ണെ പ്രതി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഇനി എത്ര കാലം ജീവിക്കും? പകർച്ചവ്യാധികൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമവും ഭൂകമ്പവും. ജീവന് ഇന്നത്തെ ജീവൻ നാളെ കാണുന്നില്ല. ഗ്യാരണ്ടി നിങ്ങൾക്കൊക്കെ വല്ല ഉണ്ടോ? വല്ല ഗ്യാരണ്ടി നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? ഇന്നത്തെ കാണുന്ന ജീവൻ നാളെ മിച്ചം കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ ഈ മണ്ണെ പ്രതി മാണിക്യത്തെ വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ പോയി വീഴുന്നത് എത്രയോ ഭയങ്കരം ഭയങ്കരം ഭയങ്കരം. ഈ മണ്ണെ പ്രതി മാണിക്യത്തെ നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പ്രിയ സഹോദരങ്ങളെ? പോട്ടെ, ഈ പുല്ല് ലൈഫ് എന്ന് പറഞ്ഞ് കാണാൻ നിങ്ങള്. അത് വരുന്ന വഴിക്ക് വരട്ടെ, പോകുന്ന വഴിക്ക് പോട്ടെ ഈ ലൈഫ്. പക്ഷേ ഒരു കാരണവശാലും ആ മാണിക്യത്തെ കളയരുത്. നിങ്ങൾ ആ മാണിക്യത്തെ കളയരുത്. വിശ്വാസത്തിൽ ആ മാണിക്യത്തെ പിടിച്ചുകൊള്ളുവിൻ പ്രിയ സഹോദരങ്ങളെ. എൻ്റെ ഉള്ളു കത്തുകയാ, എൻ്റെ ഉള്ള പെടയുകയാ. ഈ മാണിക്യത്തെ കളഞ്ഞാൽ പറ്റാൻ പോകുന്ന അപകടം എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. മാണിക്യത്തെ കളഞ്ഞേക്കരുത് നിങ്ങൾ.
ഈ ഭൂമിയിൽ കാണിക്കുന്ന ഈ പിശാച് കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന ചേലോട് തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചാരല്ലേ ഈ ലോകത്താങ്ങുകളിൽ. ചേലോട് തന്ത്രങ്ങൾ ഓതിത്തരുവാൻ ചാരന്മാരുണ്ട് സഹജേ. നിങ്ങളുടെ ഭൂമിയിലുള്ള സകലതിനെയും കാണിച്ചുകൊണ്ട് പിശാച് എഴുന്നേറ്റ് വരും. ഏദൻ തോട്ടത്തിൽ അവൻ വന്നതുപോലെ, ആദത്തിനോടും ഹവയോടും അവൻ കാണിച്ചു കൊടുത്തതുപോലെ. ഇത് കഴിപ്പാൻ കാമ്യമുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കഴിപ്പാൻ സ്വാദേറിയത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ടെക്നോളജിയുടെ ഏറ്റവും ഉച്ചകോടിയിൽ കൊണ്ട് ജനങ്ങളെ മുഴുവനെയും നിർത്തിയിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ജ്ഞാനമുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ദൈവത്തെക്കാളും വലിയവരായില്ലേ. ഇപ്പം മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം ദൈവത്തെക്കാളും മനുഷ്യനായില്ലേ. ഇപ്പോൾ ദൈവത്തിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ ദൈവത്തെ പോലെ ആയില്ലേ? നിങ്ങളല്ലേ ഇപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതായത് ജ്ഞാനം, കഴിപ്പാൻ സ്വാദം. നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാം കിട്ടുകയാണല്ലോ. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും സകലതും നിങ്ങൾക്ക് തരികയാണല്ലോ. കഴിപ്പാൻ സ്വാദ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇപ്പം നിങ്ങൾക്ക് ജ്ഞാനം കിട്ടാൻ വല്ലതും വേണോ? നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനടുത്ത് പോയിട്ട് ഒരു കാര്യം അങ്ങ് ചോദിച്ചാൽ മതി, അവൻ അങ്ങ് പറഞ്ഞു തരികയല്ലേ. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണോ? കാണാപ്പടമെല്ലാം പഠിക്കണോ? അങ്ങനെ അവൻ ചേലോട് തന്ത്രങ്ങൾ ഓതിത്തരികയാണ്. ചേലോട് തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ട്. നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഭ്രാന്തെന്ന് തോന്നിപ്പോകും ഇവർക്കൊക്കെ. ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എന്നെയും നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ ലോകം ചിലപ്പോൾ നമ്മളെ വിളിച്ചെന്നിരിക്കും ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. വിളിക്കട്ടെ, എത്രത്തോളം അവരെ കൊണ്ട് വിളിക്കാൻ പറ്റുമോ വിളിക്കട്ടെ. പക്ഷെ ഈ ഭ്രാന്തനെയും ഭ്രാന്തിയെല്ലാം ഒരു ദിവസം ഈ ജനം കണ്ടു നിന്ന് പൊട്ടിക്കരയും. അന്ന് കരഞ്ഞു നിലവിളിച്ചിട്ടും കാര്യം ഇവർക്കുണ്ടാകില്ല. അന്ന് കരഞ്ഞു നിലവിളിച്ചിട്ടും കൈകാലടിച്ചിട്ടാലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. മനസ്സിലായോ? ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചാരല്ലേ ഈ ലോകത്താങ്ങുകളിൽ. ചുടുചോര ചിന്തേണ്ടി വന്നാൽ പോലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാരണവശാലും കൂടിപ്പോയാൽ നിങ്ങളുടെ ജീവൻ പോകുമായിരിക്കും. കൂടിപ്പോയാൽ നിങ്ങൾ പട്ടിണിക്കിടുമായിരിക്കും. കൂടിപ്പോയാൽ നിങ്ങൾ തുറങ്കിലടയ്ക്കുമായിരിക്കും. ഈ ശരീരത്തിനു വേണ്ടിയിട്ട് ഈ ശരീരം എത്ര കാലം നിലനിൽക്കുമെന്ന് നിങ്ങൾക്കും ബോധമില്ല, ആർക്കും അറിയത്തില്ല. എന്നേക്കും നിലനിൽക്കാനുള്ള ഒന്നല്ല ഈ ശരീരം. പക്ഷെ എന്നേക്കും കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ആത്മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ ലോകം മുഴുവനും നേടിയാലും അവൻ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനമുണ്ടെന്നാണ് ദൈവം ചോദിക്കുന്നത്. ആത്മാവിനെ കൈവിട്ട് കളയല്ലേ പ്രിയ സഹോദരങ്ങളെ. അയ്യോ, കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലായിപ്പോയാലുണ്ടല്ലോ ഒരിക്കലും, അതായത് നഷ്ടപ്പെട്ടതിനെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നീ എത്രയെല്ലാം ദുഃഖിച്ചിട്ടും എത്രയെല്ലാം മാറത്തടിച്ചാലും എത്രയെല്ലാം നിലവിളിച്ചാലും ആ നഷ്ടപ്പെട്ടതിന് നിങ്ങളുടെ നരകവേദന എന്ന് പറയുന്നത് അതായിരിക്കും മനുഷ്യർക്ക്. അയ്യോ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അന്നേ റീന പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നല്ലോ, അന്നേ റീന പറഞ്ഞപ്പോൾ അത് ഓർത്തിരുന്നെങ്കിൽ, അയ്യോ റീന പറഞ്ഞപ്പോൾ അതെന്നേ ചെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ടതിനെ കളഞ്ഞതിന് കുടിച്ചതിൻ്റെ വേദന വേറൊരു ഭാഗത്ത് തിന്നുകൊണ്ടേയിരിക്കും മനുഷ്യനെ. അപ്പോൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ലോകത്ത് നേടിയവരും നേട്ടങ്ങൾ കൊയ്തവരുമെല്ലാം ലോകത്തിൽ വ്യത്യസ്തരായിരുന്നു. എവറസ്റ്റ് കൊടുമുടിയെ എല്ലാവരും പോയി തൊട്ടില്ല. ഒരുത്തന്നെ എഫർട്ട് എടുത്ത് ഞാൻ എവറസ്റ്റ് കൊടുമുടി തൊടുമെന്ന് പറഞ്ഞ് പോയപ്പോൾ നാട്ടുകാരെല്ലാം പറയുന്നത് ഭ്രാന്താണോ? ഈ കാണുന്ന കൊടുമുടിയെ തൊടാൻ വേണ്ടി ഈ പെടാപ്പാട് വിടുന്ന ഈ തണുപ്പിനകത്ത് ജീവനും വെടിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് തൊടാൻ പോയവരൊക്കെ ജീവൻ കളഞ്ഞവരുണ്ട്, പൊലിഞ്ഞവരുണ്ട്. ആൾക്കാരൊക്കെ പറയും ഇവന് ഭ്രാന്താണോ, ഒരു വട്ടാണോ?
മനുഷ്യൻ സാഹസികത ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അവൻ വ്യത്യസ്തനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഈ ലോകത്ത് നേട്ടങ്ങൾ കൊയ്തവനും ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടവനും എല്ലാം ഇതുപോലെ സാഹസികം എടുത്തവനാ. അവനെ ഒരു ഭാഗത്ത് ചിലപ്പോൾ മനുഷ്യൻ പുച്ഛിച്ചെന്നിരിക്കും, പക്ഷെ അവനെ പിന്നീട് കാലത്ത് അവനെ ഏറ്റവും ടോപ്പിൽ വെച്ച് വാഴ്ത്തുക ആൾക്കാർ. ഈ ലോകത്ത് വ്യത്യസ്തരായി നിൽക്കേണ്ടത് സമയത്ത് വ്യത്യസ്തരായി നിൽക്കണം. ചില കാര്യങ്ങൾ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ലോകത്തോടൊപ്പം ചേർന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും ഈ ലോകത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുവിൻ, അന്ത്യകാലം അടുത്തിരിക്കുന്നു. അന്ത്യകാലം അടുത്തിരിക്കുന്നു. ലോകം അതിൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ബഹുദൂരം യാത്ര ചെയ്തോടുകയാണ്. നമ്മുടെ നരേന്ദ്രമോദി ഈ കൊറോണ വന്നതിന് ശേഷം പാർലമെന്റിൽ വെച്ചും പറഞ്ഞു, അല്ലാതെ പത്രസമ്മേളനത്തിലും കൃത്യമായി പറഞ്ഞു, ഈ കൊറോണയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ന്യൂ വേൾഡ് ഓർഡറാണെന്ന് പറഞ്ഞുകൊണ്ട്, ഏകലോക ഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട്, പുതിയ ലോകക്രമത്തിലേക്ക് ലോകം പോകാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോകം പറഞ്ഞു കൊടുക്കുന്ന അറിവേ അദ്ദേഹത്തിനുള്ളൂ. ആ അറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇവന്മാരുടെ വ്യാജ അജണ്ടയോ ഇവന്മാർ എന്തിനാണ് ഈ അജണ്ടകൾ കൊണ്ടുവരുന്നതെന്ന് ആ പാവം പിടിച്ച മനുഷ്യനെ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. പക്ഷെ എങ്കിലും ഈ ഈ ഇതിന്റെ കൂടെ ലോകരാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയാം. അതുപോലെ ഈ ലോകരാജ്യങ്ങളിലെ പല നേതാക്കന്മാർക്കും അറിയത്തില്ല. പല രാജ്യങ്ങളിലെ നേതാക്കന്മാർക്കും ഈ ന്യൂ വേൾഡ് ഓർഡർ ഇവർ കൊണ്ടുവരുന്നത് എന്തിനാന്നുള്ളത് അറിയത്തില്ല. അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അത് കൊണ്ടുവരുന്നത് പുതിയ ലോകക്രമം കൊണ്ടുവന്നുകൊണ്ട് ലോകത്തെ മുഴുവനെയും സാമ്പത്തികമായിട്ടും ഉന്നമനത്തിനും എല്ലാവരെയും ഒരുപോലെ ഒഴുക്കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എല്ലാവരുടെയും പട്ടിണിയും ദാരിദ്ര്യവും യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കെണിയാണ്, ചതിയാണ്. കാറ്റഗറി തിരിച്ച് ആളുകളെ മുഴുവനെയും കെണിയിലും ട്രാപ്പിലും ആക്കാൻ പോവുകയാണ്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിന്റെ ബേസിൽ നടക്കാൻ പോകുന്ന അജണ്ടയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ ഒരു വീഡിയോ പറയാം, ലൈവിൽ വന്നിട്ട് പറയാം. യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ മറവിൽ നടക്കാൻ പോകുന്ന വേറൊരു അജണ്ടയും കൂടിയുണ്ട്. യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിന്റെ പേരിലും അതുപോലെ തന്നെ കാറ്റഗറി തിരിച്ചുകൊണ്ടും അതായത് നമ്മുടെ അതായത് മനുഷ്യന്റെ ഈ ബോഡി ഡാറ്റ എടുത്തുകൊണ്ട് ആ ഡാറ്റ വെച്ചുകൊണ്ട് അവനെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്ന അജണ്ടയൊക്കെ ഇങ്ങനെ കുറെ അജണ്ടകളുണ്ട്. אתמול גם. כל הכבוד. זה יותר טוב. השם הכל עושה, כן, בטח. עכשיו זה טוב, זה עשיתי טוב. כן, זה אני כל הזמן חושבת, יש אחת, עוד אחת. אני עשיתי, תביא שמה. אוקיי. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തം വരാറായി നാമും പോകാറായി, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, നിന്ന കഷ്ടത നമ്മൾ ക്രിസ്തു നിമിത്തം നമ്മൾ ഭോഷന്മാരും തന്നെയാണ് പൗലോസും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭോഷന്മാരെ നമ്മളെ ഭ്രാന്തന്മാരെന്നൊക്കെ വിളിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുക. കാരണം ഈ ലോകത്തിലുള്ള ഭ്രാന്തന്മാർ മുഴുവനും ഈ അജണ്ടകളൊന്നും അറിയാതെ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ സോംബികളെ പോലെ അവർ കൊടുക്കുന്ന എല്ലിൻ കഷ്ണവും വലിച്ചു വാരി തിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് മാറിയിരുന്ന് ചിന്തിക്കുന്ന നമ്മളെ കാണുമ്പോൾ ഭ്രാന്തന്മാരെന്ന് തോന്നും. ഈ കൂട്ടത്തിൽ കൂടാത്തത് കൊണ്ട് അവർക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മൾ കാര്യമാക്കാൻ പോകണ്ട. ഈ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞവരെല്ലാം നാളൊരു കാലത്ത് അയ്യോ ആ ഭ്രാന്തനെ പോലെ ഞാനും ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചും നിലവിളിച്ചും കരയുന്ന നാളുകൾ വിദൂരമല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യപ്പെടുവിൻ. ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം കണ്ടും കേട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക? ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിന്ന കഷ്ടത
പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. അതായത് പ്രിയ സഹോദരങ്ങളെ, ഈ സയന്റിസ്റ്റുകൾ ശാസ്ത്രം വളരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കൊട്ടിഘോഷിക്കുകയാണല്ലോ. ദൈവവചനമെല്ലാം മിത്താണ് കുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഗത്ത് എന്ന് പറയുന്ന ഗാസയിൽ ഒരു പ്ലേസ് ഉണ്ട്, പലസ്തീനിന്റെ ഒരു പ്ലേസ് ആണ് ഗത്ത് എന്ന് പറയുന്ന ഒരു പ്ലേസ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യമാണെന്ന് തോന്നുന്നു, 17-ാം വാക്യം, 2-ാം അധ്യായം 17-ാം വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്ത് പറയുന്നു, ഗത്ത് എന്ന് പറയുന്ന ദേശത്തെ പിടിച്ചെടുത്തതായിട്ട് അവിടെ പറയുന്നത്. അതായത് ഗത്ത് എന്ന് പറയുന്ന ദേശത്തെ ചുട്ടരിച്ചുകൊണ്ട് ആ രാജ്യം പിടിച്ചടക്കിയതായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇസ്രായേല് ഈ ഗാസയിൽ ഇപ്പൊ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗത്ത് പ്രദേശത്തിലാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. ആ ഭാഗങ്ങളെ കൃത്യമായിട്ട് കണ്ടെടുത്തു. അന്ന് ആ 13,500 വർഷങ്ങൾക്ക് മുൻപ് അന്ന് നടന്ന യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ, അന്ന് ചുട്ടരിക്കാൻ അന്ന് ഉപയോഗിച്ച എന്താണ്, അതായത് അന്നത്തെ കാലത്ത് ചുട്ടരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് നമ്മൾ ബോംബും കാര്യങ്ങളൊക്കെ ആണല്ലോ ചുട്ടരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അന്ന് അവർ ശാസ്ത്രീയമായിട്ട് ഒരു ബോംബ് പോലെ തയ്യാറാക്കിക്കൊണ്ട് കത്തിച്ചു കളയാൻ വേണ്ടി, ചുട്ടരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ അന്ന് ഉപയോഗപ്പെടുത്തിയത് അത് ഇന്ന് ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു. 5 ശാസ്ത്രമേഖലയിൽ നിന്നുകൊണ്ടാണ് ആ ശാസ്ത്രം വെച്ചു കൊടുത്തുകൊണ്ട് ആ സ്ഥലം കണ്ടെത്തിയതും അന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് സത്യമാണെന്നുകൊണ്ട് ശാസ്ത്രം ഇന്ന് തെളിയിച്ചു. അത് പറഞ്ഞ മനസ്സിലായോ? അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് അന്ന് നടന്ന ആ ചരിത്രം സത്യമായിരുന്നു എന്ന് ശാസ്ത്രം ഇന്ന് തെളിയിച്ചു. 5 ശാസ്ത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എന്ത് ചെയ്തത്, അതിന് പഠനം നടത്തിക്കൊണ്ട് അത് ഉറപ്പുവരുത്തിയത്. ഇന്ന് ഗാസയിൽ പോയിട്ട് ആ സ്ഥലം കണ്ടെത്തി അതിനകത്തുണ്ടായിരുന്ന കെമിക്കൽസ് എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അത് 3500 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഉപയോഗപ്പെടുത്തിയതായിരുന്നു ഈ സാധനം. അതങ്ങനെയാണ്, ഈ ഒരു തരത്തിലാണ് അതിന് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ചുട്ടരിക്കാൻ ഈ പദാർത്ഥമാണ് അവർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്, കാന്തികമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ശാസ്ത്രം ഇന്ന് തെളിവ് നികത്തുകയാണ്. ദൈവവചനം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവവചനത്തിൽ നടന്ന കാര്യം, പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം തന്നെ അത് വെളിപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോൾ ശാസ്ത്രം തോറ്റുപോയി, ദൈവവചനം സത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവവചനത്തെ മറച്ചു വെച്ചോ കവിച്ചു വെച്ചോ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് ശാസ്ത്രത്തിന് ഇനി ജയിച്ച് മുന്നേറാനൊന്നും പറ്റില്ല. കാരണം സത്യമായ ദൈവവചനം പറയുന്ന സത്യങ്ങൾ അന്ന് സംഭവിച്ചതും എല്ലാം ഇന്നും ചരിത്ര സത്യമായി നിലനിൽക്കുകയാണ്. ഇന്ന് ദൈവം എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞോ അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും അല്ലല്ലോ, എക്സ്ട്രാ ഒന്നും അല്ലല്ലോ, ദൈവജനത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം. എല്ലാവരും സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. ദൈവകൃപയെ പിടിച്ച് വെക്കുക. മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബലപ്പെടുത്തി കൊടുക്കുക. ഒറ്റപ്പെട്ടാൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് വിശ്വാസത്തെ കാത്തുകൊള്ളുക. ഇല്ല, മക്കളും കൂടി ഉണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക. മക്കളെ, അമ്മയെ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയെന്ന് വരും, തുറങ്കിലടച്ചെന്ന് വരും. നിങ്ങളെ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയി തുറങ്കിലടച്ചെന്ന് വരും. ഭയപ്പെട്ടു പോകരുത്, ഭീതിയുള്ളവായി പോകരുത്. ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാനുള്ള കുറച്ചു കാലത്തേക്കുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് ആ നാളുകൾ വൃദ്ധന്മാർ നിമിത്തം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. ആ നാളുകൾ വൃദ്ധന്മാർ നിമിത്തം ചുരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ സത്യങ്ങൾ നിങ്ങളെ ദൈവം അറിയിച്ചതും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഒരു കാരണവശാലും നിങ്ങൾ കൈവിട്ടു
പോകുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവിന്റെ സന്നിധിയിൽ മനസ്സുരുക്കി പറയുക, അപ്പാ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ തരണം. വേറൊന്നും ചോദിക്കണ്ട, പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ തരണമേ. ദുഷ്ടന്റെ കൈകളിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. പരീക്ഷയുടെ കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞത്, കർത്താവ് അവിടുത്തെ രാജ്യം വരണമേ, സ്വർഗത്തിന് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളണമേ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടന്റെ കൈകളിൽ അകപ്പെട്ടു പോകാതെ വണ്ണം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഷൈനി വർഗീസ്, തീർച്ചയായിട്ടും മക്കളെ ബലപ്പെടുത്തിയെടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ബലപ്പെടുത്തണം. ചോദിക്കണം, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകുമോ എന്ന് ചോദിക്കണം. ഇല്ല എന്ന് മക്കളെ കൊണ്ട് ഉറപ്പ് വരുത്തിക്കണം. മക്കൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളും തളരാൻ പാടില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ആദിമ കാലഘട്ടങ്ങളിലുള്ള വിശ്വാസവീരന്മാരെ ഓർത്തുകൊള്ളുവിൻ. വിശ്വാസത്തിന്റെ സമൂഹത്തിൽ ആദിമ വീരന്മാരെ, വിശ്വാസ വീരന്മാരെ ഓർത്തുകൊള്ളുവിൻ. കർത്താവിന്റെ നാമത്തെ പ്രതി രക്തസാക്ഷികളായവരെ ഓർത്തുകൊള്ളുവിൻ. അവരെ ചുട്ടരിക്കുന്ന സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചഴിച്ചു കൊണ്ടുപോയി മാതാപിതാക്കളെ കെട്ടിയിട്ടിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കുമ്പോഴത്തേക്കും, അയ്യോ ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ തള്ളിപ്പറയാമേ, എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയല്ല അവർ ചെയ്തത്. അവർ കണ്ണടച്ചിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത്. കാരണം അവർ കേവലം ആ ശരീരത്തെ വെറും കേവലം ശരീരമായിട്ടാണ് കണ്ടത്. പുഴുവും ചെള്ളും ഒക്കെ തിന്നുകളയുന്ന വെറും കേവലം എന്താ പറയുന്നത്, ഒന്നിനും കൊള്ളാത്ത വെറും എന്താ പറയുന്നത് ഗാർബേജ് ആയിട്ടാണ് അവരുടെ ശരീരത്തെ കണ്ടത്. അതുകൊണ്ട് അവരുടെ ആത്മാവിൻ്റെ വിലയെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു കളയാൻ പറ്റത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തം ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് പീഡിപ്പിച്ചു. പിന്നെ ഈ തൊലി, മാടിൻ്റെയും തൊലി ഉരിക്കുന്നത് പോലെ മനുഷ്യനെ പച്ചയ്ക്ക് നിർത്തി വെച്ച് തൊലി ഉരിച്ചു. എന്നിട്ട് മുളക് പൊടി വാരി വിതറുമായിരുന്നു. അതിനുശേഷം എണ്ണയ്ക്കകത്ത് എന്താ പറഞ്ഞ പകുതി ബോഡി എണ്ണയ്ക്കകത്ത് മുക്കി വെക്കുമായിരുന്നു. മരിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക്, പെട്ടെന്നൊന്നും മരണമുണ്ടാകത്തില്ല. ഇങ്ങനെയായിരുന്നു പ്രിയ സഹോദരങ്ങളെ ആദിമ സഭയിലെ വിശ്വാസികളെ കൊന്നൊടുക്കിയതും രക്തസാക്ഷികളുടെ വലിയൊരു സമൂഹം തന്നെ ഉണ്ടായി മാറിയതും ഇങ്ങനെയൊക്കെയായിരുന്നു. അവരപ്പോഴും ദൈവകൃപയിൽ പിടിച്ചു നിന്നു. അവരപ്പോഴും ദൈവത്തിന്റെ മഹത്വം കാണുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ മഹത്വം ആ സമയത്ത് വെളിപ്പെട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേദന അറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ വിശ്വസിക്കുക ദൈവകൃപയിൽ. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും ആ സമയത്ത്. മനസ്സിലായോ? അപ്പോൾ ഇത് വേദനയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല. തീയിൽ വീണപ്പോൾ നാലാമനായി ദൈവം ഇറങ്ങി വന്നില്ലേ? ഇതുപോലെ ആ സമയങ്ങളിൽ ദൈവമഹത്വം കാണുന്നവർക്ക് ഒരിക്കലും ഇതൊരു വേദനാജനകമായി തോന്നത്തേയില്ല ആ സമയത്ത്. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും ദൈവനാമത്തെ തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. ഓർത്തുകൊള്ളുവിൻ. ഇന്നത്തെ സഭകളോ ഇന്നത്തെ പാച്ചർമാരോ ഇന്നത്തെ പുരോഹിതന്മാരോ ഇതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. രക്തസാക്ഷികളുടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടും ക്രിസ്തുവേശുവിന്റെ നല്ല പഠനമായിട്ടൊരു പോരാട്ട വീരനെ ഉണ്ടാക്കിയെടുക്കുവാനും ഇവർ ശ്രമിക്കുന്നില്ല. ഒരു ക്രിസ്തുവേശുവിന്റെ നല്ല പഠനമായ ഒരു പോരാട്ടം കഴിക്കേണ്ടവനെന്ന് വെച്ചാൽ അവൻ യുദ്ധമുഖത്തിൽ പോകണം. മരണം ഏതു നേരവും കൺമുമ്പിലാണ് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പോകേണ്ടത്. ഏതൊരു പടയാളിയും തന്റെ ജീവനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, യുദ്ധക്കളത്തിലേക്ക് പോകുന്നവൻ അമ്മയെ നോക്കുവോ, മോനെ നോക്കുവോ, മകളെ നോക്കുവോ, ചേച്ചിയെ നോക്കുവോ, അനിയത്തിയെ നോക്കുവോ, ആരെങ്കിലും നോക്കുവോ? വീട്ടിലെ ആഹാരവും വസ്തുവും സാമ്രാജ്യവും എല്ലാം നോക്കിയിട്ടാണോ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്? എല്ലാം വിട്ടെറിഞ്ഞിട്ടാവും പോകുന്നത്. തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പുപോലുമില്ല. കേവലം ഈ ഭൂമിയിൽ വേണ്ടി രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോലും അവൻ സകലത്തെയും ഇട്ടെറിഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോകുമ്പോൾ നിങ്ങൾ എത്രയധികം പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി പോരാടേണ്ട പോരാട്ടം എത്രയധികമായിരിക്കണം ചിന്തിച്ചു നോക്കുവിൻ. കേവലം ഈ രാജ്യത്തിന് വേണ്ടിയും രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ടും സ്വന്തം ജീവനെയും വീട്ടുകാരെയും സകലത്തിനെയും പണയപ്പെടുത്തിക്കൊണ്ട് അവൻ പോയി യുദ്ധക്കളത്തിൽ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി എത്രമാത്രം നിങ്ങൾ പോരാട്ടം കഴിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ആരാ ഇത് പറഞ്ഞു തരുന്നത്? ഇന്ന് തിന്നും കുടിച്ചും സുഖിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും അയ്യോ ഇതൊന്നും നിങ്ങൾക്കില്ല കേട്ടോ, കഷ്ടതയൊന്നും നിങ്ങൾക്കില്ല, ഒരു കഷ്ടതയും നിങ്ങൾക്ക് വരാൻ പോകില്ല, സഭയെ അതിനു മുമ്പേ കർത്താവ് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിച്ച് തലച്ചോറിനകത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ദൂർത്തും ജോളിയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. തിന്നും കുടിച്ചും അവൻ്റെ ജോളിയായിട്ട് അവൻ ജീവിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവൻ സഭയെ കൊണ്ടുപോയിട്ടാണല്ലോ പിന്നെ പീഡനങ്ങളൊക്കെ വരുന്നത്. നമ്മളെല്ലാം സേഫ് അല്ലേ എന്നാ ചിന്തിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. സൂപ്പർ.
അനുഭവിക്കാൻ പോകുന്നത് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കൈയും കാട്ട പിന്നെ മാനസാന്തരത്തിന് ദൈവം ഇടാൻ കൊടുക്കത്തില്ലെന്നാണ് ഭർത്താവ് പറഞ്ഞത്. സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഴ്സ്ക്ക് വിശ്വസിക്കുമാർ വ്യാപാര ശക്തി അയച്ചു കൊടുക്കും. പിന്നെ അവൻ മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആരും അവക്തരാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പിന്നത്തേതിൽ അവൻ മാനസാന്തരത്തിന് ഇടം കണ്ടില്ല. അവൻ വാവിട്ടാലറിയാം, അപ്പാ അപ്പാ ഒരനുഗ്രഹം ബാക്കി വെച്ചൂടെ അപ്പാ, ഒരനുഗ്രഹം ബാക്കി വെച്ചൂടെ അപ്പാ, എല്ലാം യാക്കോബിന് കൊടുത്ത എന്തിനാ അപ്പാ, ഒരനുഗ്രഹം ബാക്കി വെച്ചൂടെ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് യേശാവ് എന്ത് ചെയ്യുകയാണ്? കരയുക, യാക്കോബിന്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചതിന്. യാക്കോവിന് നേരത്തെ തന്നെ അവൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശം കൊടുത്തു, വിറ്റ്. ഹലോ ഷാമലോ അനിലോ ഷമർത്തി യാക്കോവിന് നേരത്തെ തന്നെ എന്ത് ചെയ്തു? ഒരു ഊണിന് ആ ജ്യേഷ്ഠാവകാശം കൊണ്ട് വിറ്റു കൊടുത്തത്. അതുകൊണ്ടെന്താ? ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശം യഥാർത്ഥവണ്ണം യാക്കോവ് എന്ത് ചെയ്തു? പോയി വാങ്ങിച്ചു. എടാ, ജ്യേഷ്ഠാവകാശം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവകാശം അവനല്ലേ അത് വാങ്ങിക്കേണ്ടത്. അതുകൊണ്ട് അവൻ യാക്കോബ് പോയി തന്റെ അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ പിന്നെ അവന് പോയിട്ട് കരഞ്ഞിട്ട് അപ്പാ, പിന്നത്തേതിൽ അവൻ മാനസാന്തരത്തിന് ഇടം കണ്ടില്ലെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഴ്സ്ക്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കും. ശിക്ഷാവിധി വരേണ്ടതിന് നീ ഇനി മാനസാന്തരപ്പെടണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇന്ന് സത്യം പറയുമ്പോൾ അതിന് കൈക്കൊള്ളാൻ മനസ്സില്ലെങ്കിൽ ജീമോൻ സോമിജി, റീന, എനിക്ക് ആ പേര് മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇത്തമാർ ബെൻഗ്വീർ, ആ പേര് എൻ്റെ നാവിൽ വീണ്ടും വീണ്ടും വരുന്നു. ഇത്തമാർ ബെൻഗ്വീർ എന്ന് പറയുന്നത് അഹ്റോന്റെ മകന്റെ പേരാണ്. ഇത്തമാർ എന്ന് പറയുന്നത് അത് ലേവി ഗോത്രമാണ്. നമ്മുടെ മോശയെ പോലെ തന്നെയാണ്. മോശയുടെ സഹോദരനാണ് അഹ്റോന്റെ മകനാണ് ഇത്തമാർ. അപ്പോൾ ആ വംശപാരമ്പര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് അന്ത്യകാലത്തിൽ ഒരു മുന്നറിയിപ്പ് തരികയാണ്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇന്ന് കേട്ടു മാനസാന്തരപ്പെടുന്നവൻ കൊള്ളാം. എൻ്റെ വീഡിയോകൾ കഴിഞ്ഞ ദിവസം കണ്ടണക്കൊന്നുമില്ല. ഇപ്പം വലിയ ആളൊന്നും കാണാനൊന്നുമില്ല. മറ്റത് ഭയങ്കരമായിട്ട് ആളൊക്കെ കാണാനുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. കാരണം കർത്താവ് അരിച്ചു പറക്കുകയല്ലേ. കർത്താവ് ഗിദിയോനെ വിളിച്ചുകൊണ്ട് പോയി യുദ്ധത്തിന്. നോക്കിയപ്പോഴത്തേക്കും ലക്ഷക്കണക്ക് പേര് കൊണ്ടുപോയി. കർത്താവിന് ഇത്ര എണ്ണത്തിന് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് പേടിയുള്ളതിനെയൊക്കെ തിരിച്ചു ഓടാൻ പറയാൻ പറഞ്ഞപ്പോൾ പേടിയുള്ളതിനെയൊക്കെ ഓടിച്ചു വിട്ടു. പിന്നെയും നോക്കിയപ്പോൾ ജനം കൂടുതലാണ്. പോയി വെള്ളം കുടിപ്പീരെന്ന് പറഞ്ഞു. നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ച ബുദ്ധിയുള്ളവരെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്ത് 300 പേരെ കൊണ്ടുപോകാൻ പറഞ്ഞു. അതുപോലെ കർത്താവ് ഇങ്ങനെ കതിരും പതിരിനെയും ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? അരിച്ചു പറക്കി അവസാന നിമിഷം വരെയും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയും ദൈവകൃപയും ഒക്കെ ഉള്ള സത്യം അന്വേഷിക്കണമെന്നും ആഗ്രഹത്തോടുകൂടി വാഞ്ചിയോടുകൂടി മുന്നോട്ട് പോകുന്ന കുറേ പേര് എന്ത് ചെയ്യാണ്? കർത്താവിനെ ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അവരെയാണ് ദൈവം ഈ അന്ത്യകാലത്തെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അവരെയാണ് ദൈവം നിലനിർത്താൻ പോകുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക, ദൈവകൃപയിലായിരിക്കുക, പിടിച്ചു നിൽക്കുക. എത്രത്തോളം നിങ്ങളെ കൊണ്ട് പറ്റുമോ അത്രത്തോളം ഉത്തമാർ ബെൻഗ്വീർ അല്ല, ഇത്തമാർ, ഇത്തമാർ ബെൻഗ്വീർ, ബെറ്റ്സാലേൽ സ്മോട്രിച്ച് അല്ല, സ്മോട്രിച്ച്, സ്ട്രിച്ച്. ഓക്കെ, അപ്പം എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവകൃപയിലായിരിക്കുക, ധൈര്യമായിരിക്കുക. കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. നിങ്ങളെ കണ്ടത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങൾ. നിങ്ങളെ കർത്താവ് കൈവിട്ട് കൊടുക്കത്തില്ല. നിങ്ങളെ ഉറപ്പായിട്ടും കൊടുക്കത്തില്ല. ഞാൻ ആ ഗ്യാരണ്ടി പറയുന്നു. നിങ്ങളെ കർത്താവ് കൊടുക്കത്തില്ല. കാരണം എനിക്കെൻ്റെ കർത്താവിൽ വിശ്വാസമാണ്. നിങ്ങളെ കണ്ടതുകൊണ്ടാണ് കർത്താവ് ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കൊടുക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടപ്പെട്ട മുത്തുകളാണ്. മനസ്സിലായോ? അപ്പോൾ എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരെയും കാണുകയില്ല. സുന്ദരനം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാ പ്രാകൃതരൻ ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകത്തിൻ കുമിളകളാൽ
ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദരനം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയത്ര പ്രാകൃതരാൻ ചാരന്മാർ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അങ്ങനെ മണ്ണെ പ്രതി മാണിക്യം വെടിയാൻ എന്താ പറയുന്നത്, എന്താ പറയുക, മണ്ണിന് വേണ്ടിയിട്ട് മാണിക്യത്തെ കളയാതെ ആ മാണിക്യത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവസാനം വരെയും പോരാടുന്ന കുറച്ചു പേരെ കണ്ടുവച്ചിട്ടുണ്ട് ദൈവം. ആ കണ്ടുവെച്ച് നിങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ധൈര്യമായിട്ടിരിക്കുക, നിങ്ങളെ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ഉറപ്പാ, 100% ഉറപ്പാ. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി എൻ്റെ കർത്താവിന് കൊടുത്തിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്ത് ദൈവം നിങ്ങളെ കാക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളിതൊന്നും അറിയേണ്ട കാര്യം വരുന്നില്ലല്ലോ. എവിടെ കിടക്കുന്ന നിങ്ങളാ? ഞാൻ ഇസ്രായേലിൽ കിടക്കുകയായിരുന്നു. ഇസ്രായേലിൽ കിടന്ന നിങ്ങളുമായിട്ട് എനിക്കൊരു യാതൊരു വ്യക്തിപരമായി പരിചയമില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും നിങ്ങൾ എത്രയോ പേര് വിട്ടുകളഞ്ഞ് ഓടിയില്ലേ? ആദ്യകാലങ്ങളിലെല്ലാം വന്നിരുന്നിട്ട് റീന പഠിപ്പിക്കലെന്ന് പറഞ്ഞ് റീന സ്ഥലങ്ങളൊക്കെ കാണിച്ചിരുന്നു, എന്തോ ഭംഗിയാണ്, എന്തോ രസമാണെന്നൊക്കെ പറഞ്ഞ് സത്യം കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അയ്യോ ഇവൻ്റെ വാക്ക് കടിഞ്ഞ വാക്കെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പുറകെ ഓടിപ്പോയി. അവസാനം കർത്താവ് 120 ശിഷ്യന്മാരും കൊണ്ട് കർത്താവ് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴും 119 പേര് ലൈവിലുണ്ട്. പക്ഷെ ഒത്തിരി സമയം, ഇവ 122 പേരായി. നേരത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എന്താ പറയുന്നത്, ഒത്തിരി രാത്രിയായില്ലേ? അവിടെ എത്ര മണിയായി? 9, 10, 11, 12, 12:30. ഓക്കെ, മനസ്സിലായോ? ഇപ്പം 122. കർത്താവിന് അവസാനം 120 കിട്ടിയോളൂ. ബാക്കിയെല്ലാം പോയില്ലേ? കോടാനുകോടി ആൾക്കാർ കർത്താവിൻ്റെ പുറകെ നടന്ന് തിന്നാനും കുടിക്കാനും ഒക്കെ പോയി. നടക്ക് റീനയുടെ ആദ്യത്തെ വീഡിയോകളെല്ലാം കാണാം. വ്യൂവേഴ്സ് 2 മില്യനും 3 മില്യനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്യൂവേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കില്ലായിരുന്നോ? അവസാനം അരിച്ചു പറക്കി ഇവൻ്റെ വാക്ക് കടിഞ്ഞ വാക്കെന്ന് പോയപ്പോഴും അതിനകത്തും നിങ്ങൾ കിടന്ന് ദൈവം മരിച്ചെടുത്തതിനെ അതായത് എന്താ പറഞ്ഞ വചന സത്യങ്ങളെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് വെച്ച് പോയ നിങ്ങൾ കുറച്ച് പേരിനകത്ത് കിടപ്പില്ലേ? അത് ദൈവം നിങ്ങളെ അരിച്ചു പറക്കിയതാ. ഗിദെയോനെ കൊണ്ടുപോകുന്നത് കർത്താവ് പറഞ്ഞു കുറേ എണ്ണങ്ങളുണ്ട്, ഇത്രയൊന്നും വേണ്ട, ഇതൊന്നും കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു കാര്യം വെള്ളം കുടിക്കാൻ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നായ് നക്കി കുടിക്കുന്നത് പോലെ കുടിച്ച കുറേ ബുദ്ധിയുള്ളവരെ ദൈവം കൃത്യമായി എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തിട്ട് ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളെയൊക്കെ സെലക്റ്റീവ് പീപ്പിളാണ്, സെലക്റ്റീവായിട്ടുള്ളവരാണ്. ആ സെലക്റ്റീവായിട്ടുള്ളവരെയൊക്കെ ദൈവം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു കാരണത്താലും വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിരിക്കുക. കാരണം കർത്താവിൻ്റെ അറിവിൽ നമ്മളുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? കർത്താവിൻ്റെ അറിവിൽ നമ്മളുണ്ടല്ലോ, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദൈവകൃപയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും പ്രിയ സഹോദരങ്ങളെ. ദൈവം അതിനായി കൃപ തരട്ടെ. അപ്പൻ്റെ മക്കൾക്കൊരു ഭയവും വേണ്ട. വാക്തത്വം അതെ. നിന്നെ വിളിച്ചവനുന്മയുള്ളോൻ അന്ത്യം വരേവ. ആ പാട്ടിൻ്റെ വരികളും മറന്നുപോയി. അന്ത്യം വരെ എഴുതാതെ താതൻ താങ്ങി നടത്തിയിടും പൊൻകരത്താൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ വിളിച്ച ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കാലവും കൈവിടില്ല പ്രിയ സഹോദരങ്ങൾ. നിത്യരാജ്യത്തിലേക്ക് വരും. ഈ ഭൂമിയിലുള്ളതൊന്നും നിങ്ങൾ തിരക്കൊന്നും പോകണ്ട. ഈ ഭൂമിയിലെ നന്മയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. വീട് കിട്ടും, കാറ് കിട്ടും, മാളിക കിട്ടും, അത് വരും പോകും, പോകാതിരിക്കും, അത് അതിൻ്റെ ഇഷ്ടം. മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടതൊക്കെ ഇപ്പം തന്നും കുടിച്ചുമൊക്കെ ഇപ്പം മനുഷ്യൻ ഇതിന് വിലയെ കൽപ്പിക്കരുത്. തന്നാ വാങ്ങിക്കണം, പോയാൽ പോട്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നുള്ള മനോഭാവമായി നിങ്ങൾക്ക് വരണം. പോകുന്നതിൽ ദുഃഖിക്കാനും പാടില്ല, വരുന്നതിൽ അത്യധികം ആനന്ദിക്കാനും പാടില്ല. തന്നാം കിട്ടും, സന്തോഷം, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂടെ. ദൈവം നിങ്ങളെ വീണ്ടും കരുതുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോത്ത്.